guys, hi, am I audible? Kelkamo. Hello, yes. Hello. Hi. Comment section just ചെയ്യാൻ തുടക്കത്തിൽ നോക്കും എന്നറിയണ്ടേ whether we are live or not. Hello, hi മക്കൾസ്. Hello, എന്തൊക്കെയുണ്ട് വിശേഷം? Okay, hide that. I don't want to see. Hello, I hope you all doing good. എടാ മക്കളെ, ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. സോ ലുക്ക്, നമ്മുടെ എക്സാം സീരീസിൻ്റെ എന്താ പറയുക, അവസാന ഭാഗത്തേക്ക് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പിറകിലാണല്ലേ. അപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ അതിൻ്റെ എന്താ പറയുക പീക്കിലൂടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് പ്രോബബിൾ നമ്മൾ ഒരുപാട് PYQs നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരുപാട് PYQ സീരീസ് അതുപോലെ PYQ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ലൈവ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ പിന്നെ എന്തിനാ വീണ്ടും നമ്മൾ തരുന്നത്? യെസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ദേ ആർ ഗോയിങ് ടു ആസ്ക്. സോ ലുക്ക്, നമ്മൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എനിക്ക് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ആ കോൺഫിഡൻസ് നമ്മൾ കുറച്ചുകൂടെ എക്സാം എഴുതുന്ന പ്രോസസ്സിനെ കുറച്ചുകൂടെ എന്താക്കും, എന്താ പറയുക, ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ് എൽസ്. ലുക്ക്, നമ്മുടെ നോട്ട്സ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും തന്നെ, ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാരും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു, അവന്മാരൊക്കെ പഠിച്ച് രക്ഷപ്പെടട്ടെ. ഓക്കെ, സോ ലുക്ക്, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി +2 എക്സാം വരാനുണ്ട്. +2 എക്സാമിൻ്റെ ഇടയിൽ ഒരുപാട് ലൈവ്സ് വരാനുണ്ട്, സീരീസുകൾ വരാനുണ്ട്. അപ്പോൾ ലൈക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം അല്ലേ. +2 എക്സാമിന് തൊട്ട് മുമ്പുള്ള നമ്മൾ എഴുതാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്, ഒരുപാട് ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ആവാനുണ്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാത്ത എല്ലാവരെയും പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ലുക്ക്, നൗ യു ഹാവ് 2 ഓപ്ഷൻസ്. നൗ യു ഹാവ് ഓൺലി 2 ഓപ്ഷൻസ് ലെഫ്റ്റ് വിത്ത് യു. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റിഗ്രറ്റ് ലേറ്റർ ഓർ സ്റ്റഡിങ് നൗ. ഒന്നുകിൽ ഇപ്പൊ പഠിക്കുക, അല്ലെങ്കിൽ എന്തായാലും പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. നമുക്ക് തോന്നും നമ്മൾക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നും വരില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഉറപ്പിച്ചോ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കാതെ വിടുന്ന ഓരോ ചാൻസുകളെ കുറിച്ചും നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള മനോഹരമായ അത്തരത്തിലുള്ള ഒരു കിടിലൻ ചാൻസ് ആണ് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം. യെസ്, ബിലീവ് മീ. ഓക്കെ, ഫൈലം ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ. താഴെ തന്ന ക്യാരക്ടറിസ്റ്റിക്സുകളെ വെച്ചുകൊണ്ട് ഫൈലങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനാണ്. ലുക്ക്, കോംബ് പ്ലേറ്റ്സ് ആർ ദ ലോക്കോമോട്ടറി ഓർഗൻ. സഞ്ചരിക്കാനുള്ള അവയവം കോംബ് പ്ലേറ്റുകളാണ്. ഏത് ഫൈലത്തിലാണിത്? ഉറക്കെ പറ. വെരി ഗുഡ്. മുമ്പ് ലൈവ് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ ഫൈലത്തിലെയും സ്പെഷ്യൽ ഫീച്ചറിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അതാണ് നമ്മളോട് ആകെ ചോദിക്കുക, അതാണ് നമ്മൾ പഠിക്കേണ്ടതും. നൗ സോ എനിവേ, ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ട് കോംബ് പ്ലേറ്റ്സ് ഉള്ളത് ആർക്കാണ് കുട്ടികളെ? ടീനോഫോറക്കാണ്. അടുത്തത് ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ്. ആരെ കാണിക്കുക കുട്ടികളെ? ദാറ്റ് ഈസ് സീലിൻഡറേറ്റ അല്ലെ. സീലിൻഡറേറ്റ അല്ലെങ്കിൽ നിഡേറിയ. അയാളാണ് എന്ത് കാണിക്കുന്ന കുട്ടികളെ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നത്. ശരിയല്ലടാ? ഓക്കെ, 1 സെക്കൻഡ്. ഓൾവേസ് എൻ്റെ സ്റ്റാഫുകൾ എൻ്റെ AC ഫുള്ള് ചൂടിലാണ് ഇവന്മാരിട്ടൊക്കെ, തണുപ്പിക്കാറില്ല. ബിലാൽ സാറ് ചൂടായിക്കോട്ടെ, ക്ലാസ് ഒക്കെ നല്ല ഹോട്ട് ആയിക്കോട്ടെ കരുതിയിട്ടായിരിക്കും. ബട്ട് നോ, ഐ ആം എ കൂൾ പേഴ്സൺ. ശരി, ഫൈൻ, ഒന്ന് തണുപ്പിച്ചാണ് ഞാൻ കേട്ടോ. റിയലി സോറി ഫോർ ദാറ്റ്. സോ കം ഹിയർ. സോ ലുക്ക്, ദാറ്റ് ഈസ് സീലിൻഡ്രൈറ്റ്സ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഏത് ഫൈലമാണ് പ്രിയപ്പെട്ട കുട്ടികളെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണിക്കുന്നത്? വെരി ഗുഡ്, എക്കിനോഡെർമാറ്റ അല്ലേ. എക്കിനോഡെർമാറ്റ, ഇവരാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വെരി ഗുഡ്. അടുത്തത് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആരാ കാണിക്കുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ടർ കനാൽ സിസ്റ്റം അതാരാ കാണിക്കുന്നത്? ദാറ്റ് ഈസ് സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫറൈ ആണ്. ദിസ് ഈസ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, എക്കിനോഡെർമാറ്റയാണ്. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അടുത്തത് ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ഇങ്ങനെ 3 ഭാഗങ്ങൾ ബോഡിക്കുള്ളത് ആർക്കാ കുട്ടികളെ? ദാറ്റ് ഈസ് ഹെമികോർഡേറ്റ. വെരി ഗുഡ്, ഹെമികോർഡേറ്റ അല്ലേ. ഹെമികോർഡേറ്റ. നമ്മളോട് ഹെമികോർഡേറ്റയുടെ മാത്രമല്ല എല്ലാ ഫൈലത്തിന്റെയും എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ചോദിക്കും, മസ്റ്റായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഹെമികോർഡേറ്റയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണെന്ന് പറയാൻ പറ്റുമോ? യെസ്, ഈ പ്രബോസിസിന്റെ ഭാഗത്തുള്ള ഒരു ഗ്ലാൻഡ് ആണ് അയാളെ എക്സ്ക്രീഷന് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മറ്റൊരു പേരല്ല, അയാളുടെ എക്സ്ക്രീറ്ററി അവയവത്തിന്റെ പേരാണ് പ്രബോസിസ് ഗ്ലാൻഡ്. ഓക്കെ, പ്രബോസിസ് എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഏറ്റവും ഫ്രണ്ടിലുള്ള ഏറ്റവും ആദ്യത്തിലുള്ള ഭാഗമാണ് പ്രബോസിസ് എന്ന് പറയുന്ന ഭാഗം. സോ പ്രബോസിസിന്റെ ഭാഗത്തുള്ള ഒരു ഗ്ലാൻഡ് ആണ് ഇയാളെ എക്സ്ക്രീഷന് സഹായിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രബോസിസ് ഗ്ലാൻഡ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമായിട്ട്. ഓക്കെ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത് റൈറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ
ബിറ്റ്വീൻ osteichthyes ആൻഡ് chondrichthyes. ഇത് ഒരുപാട് തവണ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. chondrichthyesന്റെയും osteichthyesന്റെയും ഇടയിലുള്ള ഡിഫറൻസ് അത് നമ്മൾ MRQ ആയിട്ട് പോലും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. സ്കെലിറ്റൺ ആണ് ഇവരുടേത്. അതേസമയത്ത് osteichthyesന്റേത് ഉറക്കെ പറ, ബോണി സ്കെലിറ്റൺ ആണ്. ബോൺ കൊണ്ടുണ്ടാക്കിയ സ്കെലിറ്റൺ ആണ് ആർക്ക്? osteichthyesന്. ഓക്കെ, വെരി ഗുഡ്. കാർട്ടിലേജിനസ് ഫിഷസിന്റെ അടുത്ത പ്രത്യേകത എന്താ കുട്ടികളെ? ദേ ലാക്ക് എയർ ബ്ലാഡർ. ലാക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല, എന്തില്ല? എയർ ബ്ലാഡർ. LACK എന്ന് പറഞ്ഞാൽ ലാക്ക് ഇല്ല എന്നാണ് അർത്ഥം. LAKH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക്, ലക്ഷ്യം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് ഈസ് ഓൾവേസ് എ ഫാദർലെസ് ലാംഗ്വേജ്, യൂസ് ടു സേ. ഇംഗ്ലീഷിൽ ലൈക്ക് ലാക്ക്. ഓക്കെ, അപ്പോൾ ഈ ലാക്ക് LACK എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, രണ്ട് ഒരേ വേർഡ് നമുക്ക് പറയുമ്പോൾ ഒരേപോലെ ആയിരിക്കും, പക്ഷേ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ആൻഡ് അർത്ഥവും വലിയ രീതിയിൽ മാറും അല്ലേ? ഓക്കെ, ലീവ് ഇറ്റ് എനിവേ. സോ ലാക്ക് എയർ ബ്ലാഡർ. ഇവരുടെ ശരീരത്തിനകത്ത് എന്തില്ല? എയറിന്റെ ഒരു ബ്ലാഡർ, എയർ നിറഞ്ഞിരിക്കുന്ന സ്പേസ് ഇല്ല. അതേ സമയത്ത് osteichthyesന്റെ ബോഡിയിലോ ഹാസ് എയർ ബ്ലാഡർ. ഇവരുടെ ബോഡിക്കകത്ത് എന്തുണ്ടാ? എയർ ബ്ലാഡർ ഉണ്ട്. നമുക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ chondrichthyes കോൺസ്റ്റന്റ് ആയിട്ട് സ്വിം ചെയ്യണം. chondrichthyes നീഡ് ടു സ്വിം കോൺസ്റ്റന്റ്ലി, നിരന്തരമായിട്ട് നീന്തണം, അല്ലെങ്കിൽ ദേ സിങ്ക് ഇൻ വാട്ടർ. ഇവർ വെള്ളത്തിൽ എന്തായി പോകും കുട്ടികളെ? സിങ്ക് ആവും, മുങ്ങിപ്പോവും. ആ പോയിന്റ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേസമയത്ത് osteichthyes നീന്തിയില്ലെങ്കിലും പെട്ടെന്ന് മുങ്ങൂല, ബിക്കോസ് ദേ ഹാവ് എയർ ബ്ലാഡർ ഇൻ ദെയർ ബോഡി. ഓക്കെ, അടുത്ത് നോക്കടാ കുട്ടികളെ, chondrichthyes ഇതുപോലെ തന്നെ ദേ ലാക്ക് ഗിൽ കവർ. ഇവർക്ക് എന്തില്ലടാ? ഗില്ലിന്റെ കവർ ഇല്ല, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒപ്പർകുലം. എന്താടാ? ഒപ്പർകുലം ഇല്ല. അതേ സമയത്ത് osteichthyesന് ഗില്ലിനെ കവർ ചെയ്തുകൊണ്ട് കവറിംഗ് ഉണ്ട്. ദേ ഹാവ് ഒപ്പർകുലം അല്ലെങ്കിൽ ഗിൽ കവർ. ഗില്ലിനെ കവർ ചെയ്യുന്ന കവറിങ്ങിന്റെ പേരാണ് ഒപ്പർകുലം അല്ലെങ്കിൽ ഗിൽ കവർ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി chondrichthyesന്റെ അടുത്ത പ്രത്യേകത, ദേ ഹാവ് പ്ലാക്കോയിഡ് സ്കെയിൽ. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിലുള്ള ചെളുക്കകൾ എന്നൊക്കെ ഞങ്ങൾ മലപ്പുറത്തുകാർ പറയും. ഐ ഡോണ്ട് നോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ, നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആയിട്ട് ദേ കൻ ആസ്ക് ദീസ് പോയിന്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ചോദിക്കും, chondrichthyesന്റെ 4 ഫീച്ചർ എഴുതാൻ പറയും അല്ലെ, അല്ലെങ്കിൽ 5 ഫീച്ചർ എഴുതാൻ പറയും. അപ്പൊ നമ്മൾ ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ശരിക്കും നമുക്ക് 2 ഗ്രൂപ്പ് അല്ല, നമുക്ക് വേണമെങ്കിൽ 3 ഗ്രൂപ്പ് തന്നെ ആക്കാൻ പറ്റും. ഏതൊക്കെ ജീവികളാക്കാൻ പറ്റും? ഒന്ന് അസീലോമേറ്റ് അല്ലെ, സീലോം ഇല്ലാത്ത ജീവികളെ മൊത്തം അസീലോമേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി സ്യൂഡോ സീലോം ഉള്ള ജീവികളെ നമുക്ക് എന്താക്കാം? സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാക്കാം. ഇനി ട്രൂ സീലോം ഉള്ള ജീവികളെ എന്താക്കാം? സീലോമേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാക്കാം അല്ലെ. ഇനി എക്സാമ്പിൾ, സ്യൂഡോ സീലോമേറ്റിന്റെ ഒരൊറ്റ എക്സാമ്പിൾ അല്ലേ നമുക്ക് അറിയുള്ളൂ. ആരുടെ കുട്ടികളെ? ദാറ്റ് ഈസ് വെരി ഗുഡ്, ആസ്കെൽമിന്തസ് ആണ് അല്ലേ. വെരി ഗുഡ്, ആസ്കെൽമിന്തസ് ആണ് സ്യൂഡോ സീലോം ഉള്ള ജീവികൾ. ഇനി അസീലോമേറ്റോ അപ് ടു പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള സകല ജീവികളും, പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള സകല ഫൈലം, ദാറ്റ് ഈസ് പോറിഫറ, സീലിൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ഇത്രയും ആളുകൾ എന്താണ്? അസീലോമേറ്റ് ആണ്. ഇനി സീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അനലിഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാവരും എന്താണ്? സീലോമേറ്റ് ആണല്ലേ. അപ്പൊ നമ്മൾ എക്സാമ്പിളായി ജീവികളെ 3 ഗ്രൂപ്പായിട്ട് തരം തിരിച്ചു. നോക്കൂ, നമ്മുടെ NCERT-യിലുള്ള സീലത്തിന്റെ ഡയഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ എംബ്രിയോണിക് ലേയേഴ്സ് അല്ലെങ്കിൽ ജേം ലേയേഴ്സിന്റെ ഡയഗ്രാം, ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക്, ആ ലേയേഴ്സിന്റെ ഡയഗ്രാം ഉണ്ടല്ലോ, അതിനകത്ത് അവർ എക്ടോഡേം മാർക്ക് ചെയ്തിട്ടുണ്ട്, എൻഡോഡേം മാർക്ക് ചെയ്തിട്ടുണ്ട്, മീസോഡേം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലുക്ക്, ഡിപ്ലോബ്ലാസ്റ്റിക് ജീവികളിൽ എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിൽ സെല്ലല്ലാത്ത ഒരു പ്രത്യേക ലെയർ ഉണ്ട്, ഒരു ജെല്ലി ലൈക്ക് ലെയർ, ദാറ്റ് ഈസ് കോൾഡ് മീസോഗ്ലയ. വെരി ഗുഡ്, മീസോഗ്ലയ. അപ്പൊ ആ ഡയഗ്രങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ഇവർ ചോദിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, ഡയഗ്രാം ഓഫ് ആൻ ഇൻവെർട്ടിബ്രേറ്റ് ഓർഗാനിസം ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഇത് ഏതാടാ? ഈ ഓർഗാനിസത്തിന്റെ പേരെന്താ? ഇയാളുടെ ഫൈലം നിങ്ങൾക്കറിയാം, ടീനോഫോറ ആണെന്ന് അറിയാലേ. നെയിം ദ ഫൈലം ടു വിച്ച് ബിലോങ്സ്. ടീനോഫോറയാണ് അയാളുടെ ഫൈലം എന്നറിയാം. ബട്ട് ഈ ജീവി, ഈ ഒരു പർട്ടിക്കുലർ ജീവി ആരാ? 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടീനോപ്ലാന, പ്ലൂറോബ്രാക്കിയ. അതിൽ ആരാണ് ഇയാൾ? ഇയാൾ പ്ലൂറോബ്രാക്കിയാണ്. വെരി ഗുഡ്. ഓക്കെ, നോക്കൂ, NCERT-യിൽ തന്ന ചിത്രങ്ങൾ ആരാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിപ്പോ ഈ ഒരു ചിത്രം തന്ന ടീനോപ്ലാന എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആയിട്ടുള്ള പോയിന്റ് ആണ് ബയോലൂമിനസെൻസ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ബയോലൂമിനസെൻസ് ഗിവൺ ബിലോ. നെയിം ദ പാർട്സ് ലേബിൾഡ് as ABCD. ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എ ഏതാ കുട്ടികളെ? ബി ഏതാ നോക്കടാ? ദിസ് പാർട്ട് ബി ഏതാണെന്നറിയോ? ദിസ് ഈസ് ആക്ച്വലി നോട്ടോകോർഡ്. ഏതാണ്? നോട്ടോകോർഡ്. എ ആ മുകളിൽ, നോട്ടോകോർഡിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള എന്താ? ഡോർസൽ ഹോൾ പോസ്റ്റ് ആനൽ പാർട്ട്. നോക്കൂ, ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. ഒന്ന്, നമ്മളോട് ചോദിക്കും കോർഡേറ്റയുടെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറയും. അങ്ങനെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതിയാൽ മതി? ദേ ഹാവ് നോട്ടോകോർഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, പിന്നെ പോസ്റ്റ് ആനൽ ടെയിൽ. അത് എഴുതി വെക്കുക. യു വിൽ ഗെറ്റ് 2 മാർക്ക്. അല്ലെങ്കിലോ ഈ ഒരു ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ദ പാർട്സ് ലേബൽഡ് as ABCD. അപ്പൊ again you will get 2 mark. This is a 2 mark question. ഇനി
അല്ല എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. എന്താ കോർഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫൈലം കോർഡേറ്റയിലെ ജീവികളെ കോഡുണ്ട്, അവർക്ക് ആർക്കും നോട്ടോ കോഡില്ല. അടുത്തത്, വി ഹാവ് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, അവർക്കോ ദേ ഹാവ് നോ പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? നൗ വി ഹാവ് പോസ്റ്റ് ആനൽ ടെയിൽ, ദേ ലാക്ക് പോസ്റ്റ് ആനൽ ടെയിൽ. 3 പോയിന്റ് ആയില്ലേ? ഇനി വേണമെങ്കിൽ ഇതും കൂടെ എഴുതിക്കോ, വി ഹാവ് ഡോർസൽ നെർവ് കോർഡ്, നമ്മുടെ നെർവ് കോർഡ് എന്താണ്? ഡോർസൽ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് വെൻട്രൽ നെർവ് കോഡ്, അവർക്ക് എന്താണ്? വെൻട്രൽ നെർവ് കോഡ് ആണ്. ഇനി ഒരുപാട് പോയിന്റ്സ് നമുക്ക് പറയാം കേട്ടോ, അറ്റ്ലീസ്റ്റ് യു സ്റ്റഡി ദിസ് മച്ച്. ഓക്കെ, സോ ലുക്ക്, ഈ ഒരൊറ്റ പിക്ചറിൽ നിന്ന് യു ആർ ഗെറ്റിംഗ് 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, എല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കോ, അതിൽ കുറഞ്ഞു ഒരിക്കലും ചോദിക്കൂല. അടുത്തത്, മാച്ച് കോളം എ വിത്ത് കോളം ബി. കോളം എയും കോളം ബിയെയും യോജിപ്പിക്കാനാണ്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സം ഫൈല. ചില ഫൈലങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, അവരുടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രൊബോസിസ് നമ്മൾ ആർക്കാ കാണുക കുട്ടികളെ? യെസ്, ഹെമി കോർഡേറ്റക്കാണ്. ഹെമി കോർഡേറ്റയിലുള്ള ഏത് ജീവി എവിടെ ഉള്ളത്? പൈല, ബലാനോഗ്ലോസസ്, സൈക്കൺ, സിൽക്ക്വം. വെരി ഗുഡ്. പ്രൊബോസിസ് ഉള്ളത് ബലാനോഗ്ലോസസിനാണ്. റാഡുല ഫോർ റാസ്പിംഗ് or feeding organ of which phylum? Phylum mollusks. Sicon belong to Porifera. ഓക്കെ, സോ കുറച്ച് പിള്ളേർ സ്റ്റെക്ക് നോക്ക്. ആ വെള്ളം ഒന്ന് എടുക്കും, സോറി, കുപ്പി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ കുടിക്കുന്ന ഗ്ലാസ് കണ്ടോ നിങ്ങൾ? കാണുന്നില്ലല്ലോ, ദാറ്റ്സ് ഇറ്റ്. മക്കളെ, ആർക്കൊക്കെയോ കുറച്ച് ബഗ് ഉണ്ട്, ഐ മീൻ ബഗ്ഗല്ല, ആർക്കൊക്കെ കുറച്ച് സ്റ്റെക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാഫ്. അപ്പോൾ അങ്ങനെ കുറേ കമൻറ്റ് സെഷനിൽ സ്റ്റെക്ക് പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ബഗ്ഗാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ സ്റ്റെക്ക്. ക്വസ്റ്റ്യൻ നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ലുക്ക്, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ ബിലോ. ഫൈലം മൊളസ്ക അല്ലേ? മൊളസ്കയുടെ ഒരു ഉദാഹരണം പറഞ്ഞേ. ഒരുപാട് ഉദാഹരണം ഞാൻ പഠിപ്പിച്ചു തന്നെ. ഡോക്ടർ പീപ്പിൾ ആർ സോ അട്രാക്റ്റീവ്, അതായത് നമ്മുടെ കോഡ്. ഡെൻഡാലിയം അല്ലെ, ടസ്ക് ഷെല്ല്, ഒക്ടോപ്പസ്, ഡെവിൽ ഫിഷ്, കീറ്റോപ്ലൂര, കൈറ്റൻ. പിന്നെ എ ഫോർ അഡാംസിയ, ഓക്കെ. എം ഫോർ മീൻഡ്രീന, ഓക്കെ. ദെൻ എം ഫോർ, എം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി പി ഫോർ ഓക്കെ, ഓക്കെ. ദെൻ ജി ഫോർ സി ഫാൻ. ഹു ഇസ് ദാറ്റ്? ഗോർഗോണിയ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൃത്തിക്ക് പഠിച്ചതാണ് അതൊക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. അടുത്ത്, പ്രസൻസ് ഓഫ് ജോയിന്റഡ് അപ്പൻഡേജസ്. ജോയിന്റഡ് അപ്പൻഡേജ് ആർക്കാ കാണാം? ആർത്രോപോഡ് അല്ലേ? ആർത്രോപോഡൊക്കെ പേര് വരാനുള്ള കാരണമാണ് ജോയിന്റഡ് അപ്പൻഡേജ്. ആർത്രോപോഡിൽ ഒരു സിംഗിൾ എക്സാമ്പിൾ പറഞ്ഞേ. സിംഗിൾ എക്സാമ്പിൾ, എനിബഡി? യെസ് യെസ് യെസ്, സിംഗിൾ എക്സാമ്പിൾ ആർത്രോപോഡയിലെ. യെസ്, നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോൾ നമുക്ക് ബോംബിക്സോ അപ്പിസോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊതുക് ഏതെങ്കിലും മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ മതി. വെക്ടേഴ്സ് ആയിട്ട് പല മൊസ്കിറ്റോനെ തന്നിട്ടുണ്ടല്ലേ. ഈഡിസ് ഉണ്ട്, ക്യൂലെക്സ് ഉണ്ട്, അനോഫിലസ് ഉണ്ട്, ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ വിൽ ഗെറ്റ് ദാറ്റ് മാർക്ക്. ഓക്കെ, നൗ പ്രസൻസ് ഓഫ് ഫ്ലെയിം സെൽ. ഏത് ജീവിയിലാണ്? ഏത് ജീവിയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് ഫ്ലെയിം സെല്ല്? പ്ലാറ്റിഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് ഫ്ലെയിം സെൽ അല്ലേ. പ്ലാറ്റിഹെൽമിന്തസിൽ രണ്ട് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? ടീനിയ, പിന്നെ അതുപോലെ തന്നെ ഫാസിയോള. ടീനിയ ഓർ ടൈപ്പും ഫാസിയോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഫ്ലൂക്ക് അല്ലെ. ഈ രണ്ടാളുടെ പേരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത് നോക്ക്, മെൻഷൻ 2 ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. നമ്മൾ കാണിച്ചിട്ടുള്ളത് 2 ഫങ്ഷൻസ് എഴുതാനാണ്. ഒന്നാമത്തെ നോക്കടാ, ഗിൽസ് ഇൻ മൊളസ്ക. മൊളസ്കയെ ഗിൽസ് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ. മൊളസ്കയെ റെസ്പിറേഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തിനാ സഹായിക്കുന്നത്? വെരി ഗുഡ്, എക്സ്ക്രീഷന് സഹായിക്കുന്നത് അല്ലേ. ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ ആസ് വെൽ ആസ് എക്സ്ക്രീഷൻ. ഈ 2 ഫങ്ഷനും ആർക്കുണ്ട്? നമ്മുടെ മൊളസ്കയിൽ ഗിൽസ് ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്ത് നോക്കണം, ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിലെ ഫ്ലെയിം സെല്ലിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? നമ്മൾ ആക്ച്വലി ഒറ്റ ഫംഗ്ഷനെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഫ്ലെയിം സെല്ലിന്, ദറ്റ് ഈസ് എക്സ്ക്രീഷൻ. പ്ലാറ്റിഹെൽമിന്തസിനെ എക്സ്ക്രീഷന് സഹായിക്കുന്ന അവയവമാണ് ആര്? ഫ്ലെയിം സെല്ല്. നോക്ക്, അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പഠിച്ചോ, ദറ്റ് ഈസ് ഓസ്മോ റെഗുലേഷൻ. നോക്ക്, നമ്മുടെ ആരുടെ ഇപ്പൊ നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ, പ്ലാറ്റിഹെൽമിന്തസിലെ മറ്റേത് ജീവിയുടെ ശരീരത്തിലായാലും എക്സ്ക്രീറ്ററി സ്ട്രക്ചറുകൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇൻ കേസ് ഓഫ് ഹ്യൂമൻസ് വി ഹാവ് കിഡ്നീസ്. നമ്മുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണ്? കിഡ്നി ആണല്ലേ. നമ്മുടെ കിഡ്നികൾ തന്നെയാണ് നമ്മുടെ ബോഡിയിലെ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടെ പ്രധാനമായിട്ടും നിർവഹിക്കുന്നത്. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ അയോണുകളുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻ 2ന്റെയും എഴുതി. അടുത്ത് നോക്കുക, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, കുറെ ആളുടെ ജീനസ് നെയിം തന്നിട്ടുണ്ട്, കോമൺ നെയിം എഴുതാനാണ്
പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഉച്ചറേറിയ ആരെന്നറിയോ നിങ്ങൾക്ക്? പറ. ഉച്ചറേറിയ ഏത് ഫൈലത്തിലാ? ആസ്കെൽമിന്തസിൽ വരുന്ന ജീവിയാണ്. വെരി ഗുഡ്. ഓക്കെ, ഉച്ചറേറിയയുടെ കോമൺ നെയിം എന്താ? ഫൈലേറിയൽ വേം. എന്താടാ? ഫൈലേറിയൽ വേം. നമുക്ക് +2 ഇയാളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, മന്ത് ഉണ്ടാക്കുന്ന വിരയാണ് ഇയാൾ, ഫൈലേറിയൽ വേം. അടുത്തത് സിൽക്ക് വേം. സിൽക്ക് വേമിന്റെ ജീനസ് നെയിം എന്താ കുട്ടികളെ? ബോംബിക്സ് അല്ലെ? ബോംബിക്സ് എന്നാണ് സിൽക്ക് വേം. ഇനി ഫെറട്ടിമ എന്നുള്ളത് ആരുടെ ജീനസ് ആണ്? നമ്മുടെ മണ്ണിരയുണ്ടല്ലോ, എർത്ത് വേമിനെയാണ് നമ്മൾ ഫെറട്ടിമ, ദാറ്റ് ഈസ് ദ ജീനസ് നെയിം ഓഫ് മണ്ണിര ഓർ എർത്ത് വേം. ഇനി നോക്ക്, ഹണീബിയുടെ ജീനസ് നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എപ്പിസ്. എന്താണ് കുട്ടികളെ? എപ്പിസ് ഈസ് ദ ജീനസ് നെയിം ഓഫ് ഹണീബി. അപ്പൊ ജീനസ് നെയിമും കോമൺ നെയിമും അറിയാന്നുള്ളത് അത്യാവശ്യം. എല്ലാ ജീവികളിലും ഒന്നും NCERT തന്നിട്ടില്ല, പക്ഷെ ചില ജീവികളുടെ ജീനസ് നെയിമും കോമൺ നെയിമും NCERT തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്ക്, കമന്റ് ഓൺ ദ സിമെട്രി ഓഫ് ഫൈലം പോറിഫറ ആൻഡ് ഫൈലം എക്കിനോഡെർമാറ്റ. പോറിഫറയുടെയും എക്കിനോഡെർമാറ്റയുടെയും സിമെട്രിയിൽ കമന്റ് ചെയ്യുക. ആൻഡ് നെയിം ദ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദീസ് ഫൈല. ഫൈലംസ് എന്നാണ് ഈ മണ്ടന്മാർ കൊടുത്തിട്ടുള്ളത്. ഫൈലംസ് ആരെങ്കിലും പറയണോ? ദീസ് ഫൈല. ഫൈലം എന്നതിന്റെ പ്ലൂരൽ എന്താ? ഫൈല എന്നാണ് പറയുക അല്ലെ. ഇനി ഇവരുടെ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിന്റെ സിസ്റ്റം പറയാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പോറിഫറ എന്താടാ കുട്ടികളെ? അസിമെട്രിക്കൽ ആണ്. പോറിഫറ അസിമെട്രിക്കൽ ആണ്. അതേസമയത്ത് എക്കിനോഡെർമാറ്റ എടുത്തു കഴിഞ്ഞാൽ അഡൽട്ട് എന്താടാ? റേഡിയൽ സിമെട്രി ആണല്ലേ? അഡൽട്ട് റേഡിയൽ സിമെട്രി ആണ്. അതേ സമയത്ത് ഇവരുടെ ലാർവകളോ, എന്താ കുട്ടികളെ? വെരി ഗുഡ്, ബൈലാറ്ററൽ സിമെട്രി ആണല്ലേ? ലാർവകൾ ബൈലാറ്ററൽ സിമെട്രി ആണ്. നൗ വാട്ട് ഈസ് ദ സിസ്റ്റം ഓഫ് ഫുഡ് ട്രാൻസ്പോർട്ട് ഇൻ എക്കിനോഡെർമാറ്റ? വാട്ടർ വാസ്കുലാർ സിസ്റ്റം അല്ലേ? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ് ഇയാളില്. നൗ പോറിഫറയുടെ സിസ്റ്റം ഓഫ് ഫുഡ് ട്രാൻസ്പോർട്ട് എന്താ കുട്ടികളെ? പറ. ദാറ്റ് ഈസ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. വെരി ഗുഡ്, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. മറ്റാളുടേത് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ കനാൽ സിസ്റ്റം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നൗ റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് 4 ഡിഫറൻസ്, ഇപ്പൊ ഇന്നത്തെ ലൈവില് 4 ഡിഫറൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ 5 ഡിഫറൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ 2 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? സോറി, 3 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ദിസ് വാസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ആ മാർക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. ഓക്കെ, എനിവേ, Take the next question. Select a limbless amphibian from the following. ഈ കൂട്ടത്തിലെ limbless amphibian ഏതാ? നോക്ക്, ആംഫീബിയ, റെപ്റ്റീലിയ, അതേപോലെ എയ്വ്സ്, മാമൽസ്. ഈ ഭാഗം നമ്മൾ നോക്കിയ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഞാൻ പറയുന്നത് ആംഫീബിയയിൽ നമ്മൾ പച്ചത്തവള, മരത്തവള, ചൊറിത്തവള, പിന്നെ ലിംബ്ലെസ് ആംഫീബിയ, ഇങ്ങനെ 4 ആൾക്കാരെ പഠിച്ചല്ലേ? പച്ചത്തവള എന്ന് പറഞ്ഞാൽ റാണ, മരത്തവള പറഞ്ഞാൽ ഹൈല ഓർ ട്രീ. പച്ചത്തവള പറഞ്ഞാൽ സാധാരണ ഫ്രോഗ്, ഓക്കെ, ദാറ്റ് ഈസ് റാണ. നൗ മരത്തവള എന്ന് പറഞ്ഞാൽ ട്രീ ഫ്രോഗ്, ദാറ്റ് ഈസ് ഹൈല. അതുപോലെ തന്നെ ചൊറിത്തവള എന്ന് പറഞ്ഞാൽ ടോഡ് എന്ന് പറയും, ദാറ്റ് ഈസ് ബുഫോ. പിന്നെ ലിംബ്ലെസ് ആംഫീബിയ, കുരുടി പാമ്പ് എന്ന് പറയും, കാലില്ലാത്ത ആംഫീബിയ. പാമ്പിനെ പോലെയൊക്കെ നമുക്ക് തോന്നും, പാമ്പിനെ പോലെ അല്ലെങ്കിൽ മണ്ണിര കുറച്ച് വലുതായ പോലെയൊക്കെ തോന്നും. ബട്ട് ഇറ്റ് ഈസ് ആൻ ആംഫീബിയ, ലിംബ്ലെസ് ആംഫീബിയ. അയാളുടെ പേരെന്താ? ഇത്തിയോഫിസ്. അതിൽ ഇത്തിയോഫിസിനെ നമ്മളോട് 2 തവണ ഇങ്ങനെ ലിംബ്ലെസ് ആംഫീബിയ ആരാന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ 4th പ്ലേസ്. ആദ്യത്തെ 2 റിലേഷൻ നോക്കിയിട്ട് നിങ്ങൾ ഫിൽ ദ ബ്ലാങ്ക് എന്നാണ് ചോദ്യം. ടീനോപ്ലാനയെ കോംബ് പ്ലേറ്റ് എന്തിന് സഹായിക്കുന്നുടാ? ലോക്കോമോഷനെ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെറീസിന്റെ ലോക്കോമോട്ടറി ഓർഗൻ, അയാളുടെ ലോക്കോമോഷനെ സഹായിക്കുന്ന അവയവം സെല്ല് ടീനിയ. ടീനിയ ഏത് ഫൈലത്തിലാണ് ഉൾപ്പെടുന്നത്? പറ. പ്ലാറ്റിഹെൽമിന്തസിലാണ് ടീനിയ വരുന്നത്. ഫ്ലെയിം സെൽ എന്തിന് സഹായിക്കുന്നു? എക്സ്ക്രീഷൻ. അങ്ങനെയാണെങ്കിൽ എപ്പിസ് ഏത് ഫൈല? ആർത്രോപോഡ. ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ കുട്ടികളെ? പെട്ടെന്ന് ആൻസർ പറയാം. ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണ്? യെസ്, നമ്മൾ പഠിച്ചതാണ്, മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലേ? മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. അടുത്ത നോക്കൂ കുട്ടികളെ, സീലിൻഡ്രേറ്റ്സ്, ടീനോഫോറൻസ് ആൻഡ് എക്കിനോഡേംസ് ഹാവ് സിമിലർ കൈൻഡ് ഓഫ് ബോഡി പ്ലാൻ സബ്സ്റ്റാൻഷിയേറ്റ്. നോക്ക്, സീലിൻഡ്രേറ്റക്കും ടീനോഫോറക്കും എക്കിനോഡെർമാറ്റക്കും കോമൺ ആയിട്ടുള്ള ബോഡി പ്ലാൻ എന്താന്ന് നോക്ക്. സീലിൻഡ്രേറ്റയുടെ സിമെട്രി എന്താ കുട്ടികളെ? റേഡിയൽ ആണ്. ടീനോഫോറിൻ്റെതോ റേഡിയൽ ആണ്. എക്കിനോഡെർമാറ്റക്കോ, ഇയാൾക്കും അഡൽട്ട് എക്കിനോഡെർമാറ്റക്ക് എന്താ? റേഡിയൽ സിമെട്രി അല്ലേ? അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, സീലിൻഡ്രേറ്റ്സ്, ടീനോഫോറൻസ് ആൻഡ് അഡൽട്ട് എക്കിനോഡെർമാറ്റ ഹാവ് സെയിം സിമെട്രി, ദേ ഹാവ് റേഡിയൽ സിമെട്രി. അതാണ് ഇവർ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 1 മാർക്കിനെ ചോദിക്കുക. സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം എഴുതി വെച്ചാൽ മതി. അടുത്തത്, ഐഡന്റിഫൈ ദ ആനിമൽ ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ആനിമൽ ഏതാ
കുട്ടികളെ, വെരി ഗുഡ്. ഹിപ്പോ ക്യാമ്പസ് അല്ലേ, ഹിപ്പോ ക്യാമ്പസ്. നമ്മുടെ തലച്ചോറിലും ഇതേ പേരുള്ള ഒരു ഭാഗമുണ്ട്, ഹിപ്പോ ക്യാമ്പസ്. കാരണം നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള നമ്മുടെ ലിംബിക് സിസ്റ്റം, ഹാവ് യു ഹിയർഡ് അബൌട്ട് ലിംബിക് സിസ്റ്റം? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂറൽ കൺട്രോൾ ചാപ്റ്ററിനകത്ത് അല്ലേ. നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലുള്ള ഒരു അവയവത്തിന് ഈ ഹിപ്പോ ക്യാമ്പസ്, ഈ കടൽ കുതിരയുടെ ഏകദേശം സാമ്യമുള്ളത് കൊണ്ടാണ് ഒരു ഭാഗത്തിന്, തലച്ചോറിന്റെ ഒരു ഭാഗത്തിന് ഈ പേര് കൊടുത്തുള്ളത്. എനിവേ, സ്റ്റോമോ കോഡ് ഉള്ളത്, വേം ലൈക്ക് ബോഡി വിത്ത് സ്റ്റോമോ കോഡ്, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക് ഒക്കെ ആർക്കാ ഉള്ളത്? ഹെമികോർഡേറ്റ. ഐഡന്റിഫൈ ദ ഫൈലം. ആരാ? ഹെമികോർഡേറ്റ. റൈറ്റ് എനി ടു സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം. ഈ ഫൈലത്തിന് ഏതെങ്കിലും രണ്ട് സാലിയന്റ് ഫീച്ചേഴ്സ്, ഇവർ പറയാത്ത മറ്റ് സാലിയന്റ് ഫീച്ചേഴ്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രബോസിസ്, ഇവരുടെ ബോഡിക്ക് പ്രബോസിസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, കോളർ എന്ന് പറയുന്ന ഭാഗമുണ്ട്, പിന്നെ ഒരു ട്രങ്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഗ്രൂപ്പ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവരെ 3 ഗ്രൂപ്പ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കടാ. ലുക്ക്, ഏത് ജീവിക്കാ നമ്മൾ മാൻഡിൽ കാണുക? സ്പിക്യൂൾ അവിടെ നിൽക്കട്ടെ. മാൻഡില് നമ്മൾ ഏത് ജീവിക്കാ മാൻഡിൽ കാണുക? മൊളസ്ക. മൊളസ്കയുടെ എവിടെയാണ് നമ്മൾ മാൻഡിൽ കണ്ട്? മൊളസ്കക്ക് ഹെഡ് ഉണ്ട്, വിസറൽ ഹമ്പ് ഉണ്ട്, അത് കഴിഞ്ഞാൽ മസ്കുലാർ ഫൂട്ട് ഉണ്ട്. നമ്മൾ പഠിച്ചാണ് അല്ലെ. ദിസ് ഈസ് കോൾഡ് വിസറൽ ഹമ്പ്, ദിസ് ഈസ് ഹെഡ്, ദിസ് ഈസ് മസ്കുലാർ ഫൂട്ട്. ഈ വിസറൽ ഹമ്പിന്റെ മുകളിലായിട്ടുള്ള ഒരു സോഫ്റ്റ് ലെയർ ഓഫ് സ്കിന്ന് മൊളസ്കക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് മാൻഡിൽ. ഓക്കെ, ഇതിനെയാണ് മാൻഡിൽ എന്ന് വിളിക്കുക, മാൻഡിൽ. സോ ഇറ്റ് ഈസ് സീൻ ഇൻ മൊളസ്ക. അപ്പൊ മാൻഡിൽ മൊളസ്കയെ പറ്റിയാണ്. ഇനി നോക്കടാ, ഫൂട്ട് ആർക്കുള്ളത്? ഫൂട്ടും മൊളസ്കക്കാണ്. അപ്പൊ ബോത്ത് ദീസ് പ്രത്യേകതയാണ്. ആർത്രോപോഡയിലെ ജീവികളെ നോക്കിയത് സ്ട്രക്ചർ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. 1 second. So yes, they are having a structure like this. സോ നിങ്ങൾ അവരുടെ തലയുടെ ഭാഗം നോക്കിയാൽ യു ക്യാൻ ഫൈൻഡ് 2 ആന്റിനെ, 2 ആന്റിനകൾ കാണാൻ പറ്റും. ആന്റിന എന്നതിന്റെ പ്ലൂറലാണ് ആന്റിനെ. യു ക്യാൻ ഫൈൻഡ് 2 ആന്റിനെ, 2 ആന്റിനകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലുക്ക്, their eyes are called compound eyes. ഇവരുടെ ഐയെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ഐ. അപ്പൊ ഇത് രണ്ടും ആരെ കുറിച്ചാണ്? ആർത്രോപോഡയെ കുറിച്ചാണ് ഈ 2 പോയിന്റും. ഇനി നോക്കടാ, അടുത്ത് ബാക്കി എന്താ ഉള്ളത്? സ്പോഞ്ചോസീൽ. സ്പോഞ്ചോസീൽ ഏത് ജീവിക? പേര് തന്നെയുണ്ട്, സ്പോഞ്ചുകൾക്ക് പോറിഫറക്കാണ് അല്ലെ. ഇനിയിപ്പോ അയാളുടെ കൂടെ ഒന്നുകൂടെ നമുക്ക് എടുക്കാനുള്ളത് എന്താ? സ്പിക്യൂൾസ് അല്ലെ. സ്പോഞ്ചുകളുടെ ശരീരത്തിൽ കാണുന്ന പ്രത്യേക സ്കെലിട്ടൺ. സ്പോഞ്ചുകളുടെ ശരീരത്തിലും കുഞ്ഞി സ്കെലിട്ടൺ ഉണ്ട്. എന്താ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ? ഒരു ജീവിക്ക് സ്ട്രക്ചർ നൽകുന്ന ഭാഗത്തെ നോക്കൂ. ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ എണീറ്റ് നിവർന്ന് നിൽക്കുന്ന ഈ സ്ട്രക്ചർ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ സ്കെലിട്ടൺ. നമുക്ക് എല്ലുകൾ, നമ്മുടെ ശരീരത്തിലുള്ള സ്കെലിട്ടൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് പോറിഫറയിലെ ജീവികൾക്ക്, നമ്മുടെ ആ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, സൈക്കിളിന്റെയും അതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഐ വാണ്ട് യുവർ കമന്റ്സ്. ഓക്കെ, വെരി ഗുഡ്. So it is seen in sponges അല്ലേ. That's it. അടുത്തത്, observe the picture and answer the questions. Identify the picture. ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ഏത് സെല്ലാണ് കുട്ടികളെ? ഇത് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്. അടുത്തത്, how does this structure help the organism? എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഈ ജീവിയെ സഹായിക്കുന്നത്? what are the functions of നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റിന്റെ 3 ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെന്താ? ഡിഫെൻസിന് വേണ്ടി. നമ്മൾ ഈ ജീവിയെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ സീലിൻഡ്രേറ്റകൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യും നിഡോബ്ലാസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്. രണ്ടെന്താ? ക്യാപ്ചർ ഓഫ് പ്രേ എന്ന് പറഞ്ഞാൽ എന്താ? ഇര. ഇയാൾക്ക് ഭക്ഷിക്കേണ്ട ഇരകളെ ഈ നിഡോബ്ലാസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ പിടിക്കുക. 3 ആങ്കറേജ്, എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കാനും ഇത് യൂസ് ചെയ്യും അല്ലെ. 3 കാര്യം: ഡിഫെൻസ്, ക്യാപ്ചർ ഓഫ് പ്രേ ആൻഡ് ആങ്കറേജ്. അടുത്തത്, മെൻഷൻ എ സിംഗിൾ വേർഡ് ഓർ ടേം ഫോർ ദ ഫോളോയിങ്. ഓരോന്നിന്റെയും സിംഗിൾ ടേം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളസ്ക. മൊളസ്കയിലെ റാസ്പിംഗ് ഓർഗൻ ആരുടെ? റാഡുലയാണ് റാസ്പിംഗ് ഓർഗൻ. അടുത്തത്, പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് വെരി ഗുഡ്, ബയോലൂമിനസെൻസ് അല്ലേ. ബയോലൂമിനസെൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്തത്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയ. നിഡേറിയയിൽ കാണുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വിളിക്കുന്ന വേറെ പേരെന്താ? മെറ്റാജനസിസ് അല്ലേ. മെറ്റാജനസിസ്, വെരി ഗുഡ്. അടുത്തത്, ഹോളോ ബോൺസ് വിത്ത് എയർ കാവിറ്റീസ് ഇൻ ഏവ്സ് ഓർ ബേർഡ്സ്. നമുക്ക് ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേർഡുകളുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്? ഉറക്കെ പറ. ബേർഡ്സിന്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ 2 മാർക്കിന് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ പേര് നിങ്ങളുടെ വീട്ടിലെ ഒരു ജീവിക്ക് ഇടാനൊന്നും പറ്റൂല. പക്ഷേ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വാട്ട് ആർ
ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ഒന്ന്, ബേർഡുകളുടെ ശരീരത്തിലെ എല്ലുകളുടെ പ്രത്യേകത നമ്മുടെ എല്ല് പോലെ അല്ലടാ. ഇയാളുടെ ശരീരത്തിനകത്തുള്ള എല്ലുകളിൽ നിറയെ എയർ നിറഞ്ഞിരിക്കുന്ന സ്പേസുകൾ കാണാൻ പറ്റും. സോ ദെയർ ബോൺസ് ഹാവ് എയർ ക്യാവിറ്റീസ്. ഇങ്ങനെ എയർ ക്യാവിറ്റിയുള്ള എയർ ക്യാവിറ്റിയുള്ള ഹോളോ ബോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ്. എന്താണ്? ന്യൂമാറ്റിക് ബോൺസ് കേട്ടോ. ന്യൂമാറ്റിക് ബോൺസ്. ന്യൂമാറ്റിക് ബോൺസ്, ദീസ് ആർ കോൾഡ് ന്യൂമാറ്റിക് ബോൺസ്. ഓക്കെ, അത് ഇവരുടെ ഫീച്ചർ ആണ്. അതുപോലെ പറക്കുക. സോ their skin is dry, they have dry skin without glands. ഇതൊരു തവണ ഇങ്ങനെ തന്നെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. they have dry skin without glands except oil gland at base of tail. ശ്രദ്ധിക്കടാ മക്കളെ, നമ്മൾ പക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ നോക്ക്, ഇപ്പൊ നമ്മുടെ ഏതോ ഒരു പക്ഷി, സോ നമ്മളിപ്പോൾ കോഴിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് ഇങ്ങനെ ഒരു ഭാഗമില്ലേ, ദിസ് ഈസ് കോൾഡ് ടെയിൽ. ഓക്കെ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ടെയിൽ എന്ന് വിളിക്കുക. കോഴി മാത്രമല്ല, ഇപ്പോൾ ഏത് ജീവി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രാവിനൊക്കെ എടുത്താൽ പ്രാവിന് ഇങ്ങനെ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ മറ്റു ജീവികളെടുത്ത് ഈ ഒരു ഭാഗമില്ലേ, ദിസ് പാർട്ട്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ടെയിൽ. ഈ ടെയിലിൻ്റെ ഈ ബേസിൽ, I'm sorry, what happened is tailന്റെ ഈ ബേസിൽ യു ക്യാൻ സി an oil gland. ഈ ഒരു ഓയിൽ ഗ്ലാൻഡിനെ മാറ്റി നിർത്തിയാൽ വേറെ ഗ്ലാൻഡ് ഒന്നും അവരുടെ ബോഡിയിലില്ല. സോ their skin is dry without glands except oil gland at the base of tail. അതുപോലെ they have wings, they have pneumatic bones. These are the flight adaptation of birds. ബേർഡ്സിന്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ അല്ലേ, ഇവിടെ ഒരു ഓയിൽ ഗ്ലാൻഡ് കാണാന്നുള്ളത് മാറ്റി നിർത്തിയാൽ വേറെ ഗ്ലാൻഡ് ഒന്നുമില്ല. സോ these are the flight adaptation of birds. Look, figure shows fishes of two different classes. Identify and differentiate between them. കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ഏത് ഫിഷാടാ, ഇത് ഏത് ഗ്രൂപ്പാ? സ്രാവിന്റെ ഗ്രൂപ്പ്. ആരാ ഇത്? കോൺട്രിത്തൈസ് ആണ്. ഇത് മറ്റുള്ള ഫിഷുകൾ അല്ലേ, ദാറ്റ് ഈസ് osteichthyes. പിന്നെ അവരുടെ ഫീച്ചേഴ്സും ഡിഫറൻസുകളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നൗ ലുക്ക്, കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രാം. ഇത് 3 മാർക്കിന് ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ദിസ് ഈസ് ടേക്കൺ ഫ്രം യുവർ NCERT. ഇത് ഒരു വട്ടെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പ് ഒരു തവണയെങ്കിലും നിങ്ങൾ NCERTക്ക് അകത്ത് ഇതിനെ കണ്ടിരിക്കണം, ഈ ഒരു സംഭവം. കാരണം നമ്മൾ ഒരിക്കൽ കണ്ടില്ല എങ്കിൽ നമുക്കിത് ഒരിക്കലും മനസ്സിലാവില്ല. ഓക്കെ, കാരണം ഇതെന്തൊക്കെയോ എന്താ പറയാ, നമ്മളെ CPM EP ജയരാജന്റെ ഡയലോഗ് ഉണ്ട്, എന്തെല്ലോ ഒരു കഥയാണ് എന്ന് പറയും. ഓക്കെ, CPM നമ്മൾ ഭരിക്കുന്ന പാർട്ടി. അപ്പൊ അതേമാതിരി എന്തെല്ലോ ഒരു കഥയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഓക്കെ, സോ ലുക്ക്, നമ്മൾ നോക്കി നോക്കുക എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന്. സെല്ലുലാർ ലെവൽ ഓഫ്, ഇനി CPIMകാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയണം. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞ, പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡയലോഗ് ആണത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി എന്നെ പൊങ്കാലയിടല്ലേ മക്കളെ. ഓക്കെ, സോ എനിവേ ലുക്ക്, സോ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ വെച്ച് നമുക്ക് ജീവികളെ സെല്ലുലാർ ലെവൽ, പിന്നെ അത് കഴിഞ്ഞാൽ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഇങ്ങനെ 4 ലെവലാണ് ഉള്ളത്. അതിലെ സെല്ലുലാർ ലെവലിലുള്ളതാണ് പോറിഫെറ. അപ്പൊ ഇനി എ എന്ന് പറയുന്ന ഭാഗത്ത് ബാക്കി എല്ലാ ലെവലുകളിലെയും കൂടെ ജീവികളെയാണ് ഇനി ബാക്കി ഗ്രൂപ്പ്. സോ ഈ എ എന്ന് പറയുന്നിടത്ത് ആരൊക്കെ ഉണ്ടാവും? ടിഷ്യൂ ലെവല്, പിന്നെ ഓർഗൻ ലെവല്, പിന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ. ഇത് 3 ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. അതാണ് ഇവിടെ ഉള്ളത്. NCERTയിൽ ഇങ്ങനെ തന്നെ എഴുതി ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചാണ്. ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്, എല്ലാ ലെവലും ഇവിടെ വരുന്നുണ്ട്. ഇനി അതിൽ തന്നെ റേഡിയലി സിമെട്രി ഉള്ള ആളുകൾ ആരൊക്കെയാ? സീലിൻഡ്രേറ്റ ഉണ്ട്, ടീനോഫോറ ഉണ്ട്, പിന്നെ ശരിക്കും എക്കിനോഡർമാറ്റയും ഉണ്ടല്ലേ, അഡൽട്ട് എക്കിനോഡർമാറ്റ. പക്ഷെ അത് അഡൽട്ട് അല്ലേ, ലാർവ ബൈലാറ്ററൽ അല്ലേ. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അയാൾ അവിടെ കാണിച്ചിട്ടില്ല. റേഡിയൽ, പക്കാ റേഡിയൽ ആരൊക്കെയാ? സീലിൻഡ്രേറ്റയും ടീനോഫോറയും. അതുകൊണ്ടാണ് എക്കിനോഡർമാറ്റ ഇവന്മാർ ഇവിടെ കാണിക്കാഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റത്തിലാണ് ഇപ്പൊ റേഡിയൽ സിമെട്രി ഉള്ള ആളുകളെ പറഞ്ഞത്. ഇനി ഏതാ സിമെട്രി ബാക്കിയുള്ളത്? വെരിലോം അല്ലെ, സ്യൂഡോ സീലോം ഉള്ള ആളാരാ കുട്ടികളെ? ആസ്കൽ മിന്തസ്. പിന്നെ വിത്ത് ട്രൂ സീലോം ഉള്ള ആളുകളെ അനലിയുടെ തന്നു, ആർത്രോപോഡ തന്നു. ഇവിടെ ആരാ മിസ്സിങ്? മൊളസ്ക മിസ്സിങ് ആണ്. നൗ എക്കിനോഡർമാറ്റ, ദാറ്റ് ഈസ് എക്കിനോഡർമാറ്റയുടെ ലാർവ, ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. All vertebrates are chordates, but all chordates are not vertebrates. Do you agree with this statement? Substantiate. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ്. യെസ്, ഞാൻ എഗ്രി ചെയ്യും. കാരണം എന്താ കുട്ടികളെ പറ? യെസ്, ഫൈലം കോർഡേറ്റക്കകത്ത് നോക്കൂ, എല്ലാ കോർഡേറ്റകളും വെർട്ടിബ്രേറ്റുകളാണെന്ന് പറയാൻ പറ്റൂല. ഫൈലം കോർഡേറ്റക്കകത്ത് 3 സബ് ഫൈലങ്ങൾ ഉണ്ട്. ആരൊക്കെയാ? യൂറോ കോർഡേറ്റ, അതുപോലെ തന്നെ സെഫലോ കോർഡേറ്റ, അതുപോലെ തന്നെ വെർട്ടിബ്രേറ്റ അല്ലെ, അതുപോലെ വെർട്ടിബ്രേറ്റ. അപ്പൊ നോക്കടാ, കോർഡേറ്റയിൽപ്പെട്ട ജീവികൾ എല്ലാ, ഓൾ കോർഡേറ്റ്സ് ക്യാൻ ബി വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയാൻ പറ്റൂല. എല്ലാ കോർഡേറ്റും ചിലപ്പോൾ വെർട്ടിബ്രേറ്റ ആവാം, ഓർ ദേ ക്യാൻ ബി സെഫലോ കോർഡേറ്റ, ഓർ ദേ ക്യാൻ ബി യൂറോ കോർഡേറ്റ. ഈ 3 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട് കോർഡേറ്റയിൽ അല്ലെ. അപ്പൊ ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്.
എല്ലാ കോർഡേറ്റകളും വെർട്ടിബ്രേറ്റുകളാണോ? അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് അസിഡിയ ഒരു കോർഡേറ്റയിൽപ്പെട്ട ജീവിയാണ്. ബട്ട് അസിഡിയ വെർട്ടിബ്രേറ്റയാണോ? അല്ല. അസിഡിയ എന്ന് പറയുന്ന ജീവി, അതുപോലെ സാൽപ്പ എന്ന് പറയുന്ന ജീവി, അതുപോലെ ഡോളിയോളം എന്ന് പറയുന്ന ജീവി, ഈ ജീവികളെല്ലാം കോർഡേറ്റയാണ്. ബട്ട് ദേ ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. സോ ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. അതേ സമയത്ത് ഇപ്പോൾ വെർട്ടിബ്രേറ്റിൽപ്പെട്ട ജീവികളാണല്ലോ നമ്മൾ, ബട്ട് വി ആർ കോർഡേറ്റ്സ്. ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതങ്ങോട്ട് എഴുതിയാൽ മതി. കോർഡേറ്റ കൺസിസ്റ്റ് ഓഫ് 3 സബ്ഫൈല, യൂറോകോർഡേറ്റ, സെഫലോകോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. സോ അതുകൊണ്ട് തന്നെ ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്, ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്. ഓക്കെ, അത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അടുത്ത് നോക്ക്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെ തന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിക്കടാ മക്കളെ. ടെട്രാപോഡയിലാണ് നമ്മളൊക്കെ ആംഫീബിയ, റെപ്റ്റീലിയ, എയ്വ്സ്, മാമൽസ് ഉൾപ്പെടുന്നത്. പീസസിലെ 2 ക്ലാസ്സുകളാണ്, കോൺട്രിത്തൈസും പിന്നെ ഒസ്റ്റീത്തൈസും അല്ലെ. കോൺട്രിത്തൈസും ഒസ്റ്റീത്തൈസും. അപ്പൊ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്ക്, നോട്ട് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഒന്നാമത്തത് ഫാസിയോള ലിവർ ഫ്ലൂക്ക് അല്ലെ, കോമൺ നെയിം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീനിയ ജീനസ് നെയിം ആണ്. കോമൺ നെയിം എന്താ കുട്ടികളെ? ടേപ്വം അല്ലെ. ടേപ്വം ഓർ ടീനിയ, നാടവിര എന്ന് പറയും മലയാളത്തിൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു സംഭവം ചോദിക്കുമെന്നുകൊണ്ടാണ് ഞാൻ ഇതിന് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടത്. വീണ്ടും നിങ്ങൾ കണ്ടോട്ടെ. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കടാ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സ്പെഷ്യൽ ഫീച്ചർ തന്നിട്ടുണ്ട്, ഫൈലത്തിന്റെ പേര് അഗൈൻ, അല്ലെങ്കിൽ ഫൈലത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ പേര് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലുക്ക്, പിസസ് 4 ചേംബർ ഉണ്ട് അല്ലെ. ബട്ട് ഫിഷുകളുടെ ഹാർട്ടിന് 2 ചേംബർ. ശ്രദ്ധിക്ക്, ആംഫീബിയയുടെ ഹാർട്ടിന് 3 ചേംബർ, 2 അട്രിയം 1 വെൻട്രിക്കിൾ. നോക്ക്, ആംഫീബിയയുടെ ഹാർട്ട് നോക്കിയാൽ യു ഹാവ് 2 അട്രിയ ആൻഡ് 1 സിംഗിൾ വെൻട്രിക്കിൾ. ക്ലിയർ അല്ലേ കുട്ടികളെ? അടുത്തത് റെപ്റ്റൈൽസിന്റെ ഹാർട്ട് നോക്കിയാൽ, റെപ്റ്റൈൽസിലെ ചില ആളുകൾക്ക് ആംഫീബിയയെ പോലെ തന്നെ 2 അട്രിയയും 1 വെൻട്രിക്കിളും ആണ്. അതേ സമയത്ത് മറ്റ് ചിലർക്ക് നോക്കൂ, ദാറ്റ് ഈസ് ക്രൊക്കഡൈൽ ആൻഡ് അലിഗേറ്റർ, നമ്മുടെ ചീങ്കണ്ണിക്കും മുതലക്കും നമ്മളെ പോലെ 4 ചേംബർഡ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ലുക്ക്, റെപ്റ്റീലിയ ഹാവ് എയ്തർ 3 ചേംബർഡ് ഓർ 4 ചേംബർഡ് ഹാർട്ട്. ഒന്നുകിൽ 4 ചേംബർ ആവും, അല്ലെങ്കിൽ 3 ചേംബറുള്ള ഹാർട്ട് ആയിരിക്കും. 4 ചേംബർ റെപ്റ്റീലിയയിൽ ആർക്കൊക്കെയാ? ക്രൊക്കഡൈലിന്, അലിഗേറ്ററിന്, മുതലക്കും ചീങ്കണ്ണിക്കും. ഓക്കെ, പിന്നെ ബേർഡ്സിനും മാമൽസിനും 4 ചേംബർഡ് ഹാർട്ടാണ്. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, ഇത് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ചേംബർ ഓഫ് ഹാർട്ട്, ഹാർട്ടിന് എത്ര അറകളുണ്ട് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ യു ഷുഡ് നോ ദാറ്റ്. ഓക്കെ, സോ ലുക്ക് വൺസ് അഗൈൻ, ഫിഷുകൾക്ക് 2 ചേംബർ, ആംഫീബിയക്ക് 3 ചേംബർ, റെപ്റ്റീലിയക്ക് 3 or 4 ചേംബേർഡ്, എയ്വ്സ് ആൻഡ് മാമൽസ് 4 ചേംബേർഡ്. അതുപോലെ തന്നെ ആരൊക്കെയാണ് പോയിക്കിലോതേംസ്, ആരൊക്കെയാണ് ഹോമയോതേംസ് നമ്മളോട് ചോദിക്കും. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കട്ടെ. ആരൊക്കെയാണ് പോയിക്കിലോതേംസ് ആൻഡ് ഹോമയോതേംസ്? എന്താണ് പോയിക്കിലോതേംസ് എന്ന് പറഞ്ഞാൽ? കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും പഠിക്കണം എന്നില്ല. കോൾഡ് ബ്ലഡഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ബോഡി ടെമ്പറേച്ചറിനെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ കേസിൽ നോക്കൂ, നമ്മുടെ മനുഷ്യർ, നമ്മൾ എത്ര തണുപ്പുള്ള രാജ്യത്ത് പോയാലും നമ്മുടെ ശരീരത്തിനകത്തെ ടെമ്പറേച്ചർ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിലനിൽക്കും. വി ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ് ടെമ്പറേച്ചർ. നമ്മൾ ഇനി എത്ര ചൂടുള്ള സ്ഥലത്ത് പോയാലും നമ്മുടെ ടെമ്പറേച്ചർ കൂടാൻ പോകുന്നില്ല, എത്ര തണുപ്പുള്ള സ്ഥലത്ത് പോയാലും കുറയാൻ പോകുന്നില്ല. ദാറ്റ് മീൻസ് വി ക്യാൻ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. അപ്പൊ നമ്മളെ പോലത്തെ ജീവികളെയാണ് ഹോമയോതെർമസ് ആനിമൽസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയുന്നത്. എന്താ പറയാ? ഹോമയോതെർമസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആനിമൽസ്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ആനിമൽ കിങ്ഡത്തിൽ വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് ചോദിച്ചാൽ ബേർഡ്സ് ആൻഡ് മാമൽസ്. ഓക്കെ, ബേർഡും മാമൽസും. ഇനി പോയിക്കിലോതേംസോ? നമ്മളല്ലാത്ത ബാക്കി എല്ലാവരും, ബേർഡും മാമലും അല്ലാത്ത ബാക്കി എല്ലാവരും, റെപ്റ്റീലിയ, ആംഫീബിയ, ഫിഷസ്, സൈക്ലോസ്റ്റൊമാറ്റ, എവ്രി വൺ, ഓൾ ഓഫ് ദം ആർ, നമ്മളല്ലാത്ത ബാക്കി സകല ടീംസും എന്താടാ? പോയിക്കിലോതേംസ് ആണ്. ഇത് നമ്മളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, എനിവേ പിസസ്, സ്കോളിയോഡോൺ, പ്രസൻസ് ഓഫ് 2 ചേംബേർഡ് ഹാർട്ട്. ഇനി മമേലിയയിൽ ആരുടെ ഉദാഹരണം? ഫെലിസ് അല്ലെ. ഫെലിസ്. മാമൽസിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, വി ഹാവ് എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്, നമുക്കൊരു പെയർ ഓഫ് മാമറി ഗ്ലാൻഡ് ഉണ്ട്. വി ഹാവ് ഹെയർ നമ്മുടെ മാത്രം പ്രത്യേകതയാണ് ഹെയർ എന്ന് പറയുന്നത്. അതുപോലെ പിന്ന, എക്സ്റ്റേണൽ ഇയർ ഓർ പിന്ന, ഇതും നമ്മുടെ പ്രത്യേകതയാണ്. ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചോ. വി ഹാവ് മാമറി ഗ്ലാൻഡ്, വി ഹാവ് ഹെയർ, വി ഹാവ് പിന്ന ഓർ എക്സ്റ്റേണൽ ഇയർ. ഈ ഒരു സാധനം നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ ഇതിനകത്ത് എന്താ? പ്രസൻസ് ഓഫ് ഹെയർ അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ഫീച്ചർ ആണ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് തിങ്, ആർത്രോപോഡ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലുക്ക്, എയ്ഡിസ് അല്ലെ, ഈഡിസ് കൊതുക്, ഇറ്റ് ബിലോങ് ടു ആർത്രോപോഡയുടെ പ്രത്യേകത, ദേ ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. കേട്ടോ, ആനിമൽ കിങ്ഡത്തിലെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണുന്ന 3 ഫൈലങ്ങളാണ് ഉള്ളത്. നിങ്ങൾ പഠിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. ആരൊക്കെയാണെന്നറിയോ? ആർത്രോപോഡ, മൊളസ്ക, ഹെമികോർഡേറ്റ. നീറ്റിന് ഞാൻ വേറെ രീതിയിൽ പഠിപ്പിക്കാം, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ആർത്രോപോഡ, മൊളസ്ക, ഹെമികോർഡേറ്റ, ഈ 3 ആളുകൾക്ക് ഓപ്പൺ സർക്കുലേറ്ററി
സർക്കുലേറ്ററി സിസ്റ്റം ആണ്. നൗ ലുക്ക്, തീരാൻ പോവാടാ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീരാൻ പോവാണ്. ഈ ചാപ്റ്റർ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യും. ലൈക്ക് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഫൈല or class are given below. Identify the phylum or class and give example for each group. Body is covered by scales. Heart is 3 or 4 chambered. Look at here. Heart is 3 or 4 chambered. They respire through lungs. 3 or 4 chambered. രണ്ട് തരത്തിലുള്ള ജീവികളുള്ളത് ഏത് ഗ്രൂപ്പ് ഓഫ് ജീവികളുടെ കുട്ടികളെ? വെരി ഗുഡ്, reptiles. We are talking about reptiles. അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടി. Now they are ഏത് ജീവികളിലാ ഏറ്റവും നന്നായിട്ട് മെറ്റാമറിസം നമുക്ക് കാണാൻ പറ്റുക? മെറ്റാമറിസം കാണിക്കുന്ന 3 ഫൈലമാണ് ആനിമൽ കിങ്ഡത്തിലുള്ളത്. ആരൊക്കെയാണെന്നറിയോ? അനലീഡ, ഓക്കെ, അനലീഡ, അതുപോലെ തന്നെ കോർഡേറ്റ, അതുപോലെ തന്നെ ആർത്രോപോഡ. ഈ 3 ഫൈലത്തിലാണ് നിങ്ങൾക്ക് മെറ്റാമറിസം കാണാൻ പറ്റുക. അനലീഡ, ആർത്രോപോഡ, കോർഡേറ്റ. അപ്പൊ ഏറ്റവും നന്നായി മെറ്റാമറിസം കാണാൻ പറ്റില്ല യൂഷ്വലി അനലീഡയിലാണ് ഏറ്റവും നന്നായി മെറ്റാമറിസം കാണാൻ പറ്റുക. നൗ സ്പൈനി എൻഡോസ്കെലിറ്റൺ. ഓക്കെ, എൻഡോസ്കെലിറ്റൺ, സ്പൈനി എൻഡോസ്കെലിറ്റൺ ഏത് ജീവികളിലാണ് ഉള്ളത്? നോക്കൂ, എക്കിനോഡെർമാറ്റ അയാളുടെ പേര് കിട്ടാൻ തന്നെ കാരണം എക്കിനോഡെർമാറ്റ എന്ന പദത്തിന്റെ അർത്ഥമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽക്കാരിയസ്. ഓക്കെ, കാൽക്കാരിയസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് മെയ്ഡ് അപ്പ് ഓഫ് എന്നുള്ളതാണ് കാൽക്കാരിയസ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. സോ ദേ ഹാവ് എ സ്പൈനി കാൽക്കാരിയസ് എൻഡോസ്കെലിറ്റൺ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽക്കാരിയസ് എന്ന് പറഞ്ഞാൽ അത്തരം എൻഡോസ്കെലിറ്റൺ ഉള്ളത് കൊണ്ടാണ് എക്കിനോഡെർമാറ്റ പേര് കിട്ടിയത് തന്നെ. സോ ദാറ്റ് ഈസ് അബൌട്ട് എക്കിനോഡെർമാറ്റ. ഇനി കോംബ് പ്ലേറ്റ് നമ്മൾ ഏത് ജീവികളിലാണ് കാണുക? വെരി ഗുഡ്, ടീനോഫോറയിലാണ് നമ്മൾ കോംബ് പ്ലേറ്റ് കാണുക. നൗ ഫ്ലെയിം സെല്ല് ഏത് ജീവിയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് കുട്ടികളെ? ഫ്ലെയിം സെല്ല് പ്ലാറ്റിഹെൽമിന്തസ് അല്ലേ. സോ നൗ വി ഗോട്ട് ദാറ്റ്. അടുത്തത് നെയിം distinctive character responsible for the names of following animal group. ഇത് നമ്മളോട് മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഗ്രൂപ്പിനും പേര് കിട്ടാനുള്ള കാരണം എന്താണ്? നിഡേറിയക്ക് പേര് കിട്ടാനുള്ള കാരണം എന്താ? പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്. പോറിഫറക്ക് പേര് കിട്ടാനുള്ള കാരണം എന്താ? ഡ്യൂ ടു പ്രസൻസ് ഓഫ് പോർസ് ഇൻ ദെയർ ബോഡി. അവരുടെ ബോഡിയിൽ നിറയെ ഒസ്റ്റിയകളിലെ നിറയെ പോറുകൾ. പോർ എന്നാണ് ഇംഗ്ലീഷിൽ ഒസ്റ്റിയക്ക് പറയാ. അപ്പൊ പോറുകളുടെ ഓട്ട എന്ന് പറയല്ലേ, പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ പ്രസൻസ് കാരണമാണ് ഇയാൾക്ക് ഈ പേര് കിട്ടിയത്. നൗ കോർഡേറ്റ നമുക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയത്? ബിക്കോസ് ഓഫ് അവർ നോട്ടോകോർഡ്. നമ്മുടെ നോട്ടോകോർഡ് കാരണം നമുക്ക് പേര് കിട്ടിയത്. ആർത്രോപോഡക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയത്? ഡ്യൂ ടു ജോയിന്റഡ് അപ്പൻഡേജസ് അല്ലെ. ഇവരുടെ അപ്പൻഡേജ്, ഇവറ്റകളുടെ കാലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിറയെ ജോയിന്റുകളാണ്. ജോയിന്റഡ് അപ്പൻഡേജ് ഉള്ളത് കൊണ്ടാണ്. അനലീഡക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയത്? ഡ്യൂ ടു ദെയർ മെറ്റാമറിസം. അന്യുലസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിംഗ് എന്നാണ് അർത്ഥം ശരിക്കും. ഓർഗാനിസം ഓഫ് ദിസ് ഫൈലം ആർ റേഡിയലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് വിത്ത് എ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഐഡന്റിഫൈ ദ ഫൈലം. നോക്കൂ, ഇത് ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം അബൌട്ട് ദിസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, സോ ലുക്ക്, ശ്രദ്ധിക്കുക. എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷന് സഹായിക്കുന്ന സിസ്റ്റമാണ് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈനൊക്കെ ഉൾപ്പെടുന്ന സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ശ്രദ്ധിക്കും മക്കളെ, പ്ലീസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈജസ്റ്റീവ് സിസ്റ്റം 2 തരത്തിലുണ്ട്. വി ഹാവ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ശ്രദ്ധിക്കടാ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പുതിയ ഡിസ്കഷൻസിലൊന്നും ഇത് ഉൾപ്പെടുത്താറില്ല. ബട്ട് നിങ്ങളുടെ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞോ, ഡൈജസ്റ്റീവ് സിസ്റ്റം 2 തരത്തിലുണ്ട്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. വാട്ട് ഈസ് ദിസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം? നോക്ക്, നമുക്കുള്ളതുപോലെ നമുക്ക് ഫുഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഫുഡ് പുറത്തു പോകാൻ വേണ്ടി മറ്റൊരു ഓപ്പണിംഗ് ഉണ്ട് അല്ലേ. സോ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാസ് 2 ഓപ്പണിംഗ്. ഒന്ന് ഫുഡ് കയറാനുള്ള ഓപ്പണിംഗ്, മറ്റേത് ഫുഡ് ഇറങ്ങാനുള്ള ഓപ്പണിംഗ്. ഈ ഇറങ്ങാനുള്ള ഓപ്പണിങ്ങിനെ എയ്നസ് എന്ന് പറയും. വേസ്റ്റ് ഒക്കെ പുറം തള്ളാനുള്ള ഓപ്പണിങ്ങിനെ എയ്നസ് എന്ന് പറയും. ഫുഡ് കയറി പോകുന്ന ഓപ്പണിങ്ങിനെ മൗത്ത് എന്ന് പറയും അല്ലേ, അത് നമുക്കറിയാം. സോ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 ഓപ്പണിംഗ്സ്, 1 mouth and 1 anus അല്ലേ, ഫോർ റിമൂവൽ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്സ്. ഡൈജഷന്റെ ഫലമായിട്ട്, ദഹനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വേസ്റ്റ്. ഫോർ ദ റിമൂവൽ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് വി ഹാവ് anus and to enter food we have another opening called mouth. ഇതാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. Now incomplete digestive system എന്ന് പറഞ്ഞാൽ it has only a single opening which act as mouth and anus. ഇതിലൂടെ തന്നെ ഫുഡ് ബോഡിയിലേക്ക് കയറും, ബോഡിയിൽ നിന്ന് ഡൈജസ്റ്റീവ് വേസ്റ്റുകൾ പുറത്തോട്ട് പോകും. ക്ലിയർ അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. ലുക്ക്, ആസ്കെൽമിന്തസ് മുതലുള്ള ഫൈലത്തിലാണ്, ശ്രദ്ധിക്കും മക്കളെ, ആസ്കെൽമിന്തസ് മുതലുള്ള ഫൈലത്തിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കാണാൻ പറ്റുക. എവിടെ മുതലുള്ള ഫൈലത്തിലാണ്? ആസ്കെൽമിന്തസ് മുതൽ. ആസ്കെൽമിന്തസ്, അനലീഡ മുതൽ അങ്ങോട്ട് മുഴുവൻ ആളുകൾ. ഓക്കെ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമാറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ, മുഴുവൻ ജീവികൾക്കും ദേ ഹാവ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതേസമയത്ത് പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള ജീവികൾക്ക് നിങ്ങൾ എങ്ങനെ പഠിച്ചു വെച്ചോ? ദേ ഹാവ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. സിംഗിൾ ഓപ്പണിംഗ് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക.
ദേ ആർ റേഡിയലി സിമെട്രിക്കൽ ആണ്. ഓക്കെ, റേഡിയലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി സീലോമേറ്റ് ആണ്. സീലോമേറ്റ് ആണ്. എടാ ശ്രദ്ധിക്ക്, സീലോമേറ്റ് ആണെന്ന് പറയുമ്പോൾ ആസ്കൽമിന്തസിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. അല്ല, ആസ്കൽമിന്തസിനെ കുറിച്ചല്ല. ഇനി നോക്ക്, സീലോമേറ്റ് ആയ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയ റേഡിയലി സിമെട്രിക്കൽ ആയ ഡാറ്റ. അപ്പൊ ഇവിടെ ആൻസർ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? എക്കിനോഡെർമാറ്റ ആയിരിക്കും. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നോട്ട്സ്, PPTs, PDF എവറിഥിങ് യു വിൽ ഗെറ്റ് ദർ. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കയറുകയാണ്. സോ വി ആർ ഗോയിങ് ടു ബയോമോളിക്യൂൾസ്. ഓക്കെ, ബയോമോളിക്യൂൾസ് പെട്ടെന്ന് തീരും, പേടിക്കണ്ട. ഇവിടെ നമുക്ക് ടിപ്പിക്കൽ കുറച്ച് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി അവർ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലുക്ക്, ജനറൽ സ്ട്രക്ചേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഈസ് ഗിവൺ ബിലോ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ഗ്ലൈസിൻ, സെറീൻ. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഇവർ അലാനിന്റെയും ചോദിക്കും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നോളം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ഗ്ലൈസിന്റെയും സെറീന്റെയും അലാനിന്റെയും സ്ട്രക്ചർ വരക്കാൻ വേണ്ടി പറയും 3 മാർക്കിന്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാ. നോക്ക്, ഇപ്പോൾ ഞാൻ നിങ്ങളെ യൂഷ്വലി പഠിപ്പിച്ചിട്ടുള്ള ഇവിടെ H ഇട്ട് കൊടുക്കുക, ഇവിടെ COH ഇടുക, ആൻഡ് ഇവിടെ ഇവിടെ NH2 വരുന്നു അല്ലെ, ഇവിടെ NH2 വരുന്നു, ആൻഡ് R ഗ്രൂപ്പ് താഴോട്ടാണ് അല്ലെ, R ഗ്രൂപ്പ് താഴോട്ടാണ്. നമ്മൾ ഇങ്ങനെയാ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെ എഴുതിക്കോളണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നോക്കൂ, ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. ഇവിടെ Hനെ ഇവർ ഈ സൈഡ് തന്നിട്ടുണ്ട്, R ഇവിടെ തന്നിട്ടുണ്ട്, COH എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. ഒരു COH വേണം, ഒരു NH2 വേണം, ഒരു H വേണം, R വേണം, അത്രേ ഉള്ളൂ. അത് ഏതെങ്കിലും സൈഡ് മാറിയിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, എനിവേ ആറിന്റെ സ്ഥാനത്ത് H വന്നു കഴിഞ്ഞാൽ അയാൾ എന്താ നമ്മൾ വിളിക്കുക? ഗ്ലൈസിൻ അല്ലെ, ഗ്ലൈസിൻ. ഇനി ആറിന്റെ സ്ഥാനത്ത് CH3 വന്നാൽ അതിനെന്താ വിളിക്കുക? അലാനിൻ എന്ന് വിളിക്കും അല്ലെ. ഇനി ആറിന്റെ സ്ഥാനത്ത് CH2OH വന്നു കഴിഞ്ഞാൽ എന്ത്? റിമൂവ്ഡ് ഫ്രം ദ എൻസൈം. ലുക്ക്, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ പ്രീവിയസ് ഇയറിൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കോഫാക്ടേഴ്സിനെ കുറിച്ചാണ്. കോഫാക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ഒന്നുകിൽ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഫിൽ ദ ബ്ലാങ്ക്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും കോഫാക്ടർ. 3 മാർക്കിനാണ് മിക്കവാറും ചോദ്യം ചോദിക്കുക കേട്ടോ. കോഫാക്ടർ ഏതൊക്കെ ടൈപ്പാന്ന് ചോദിക്കും, എല്ലാത്തിന്റെയും എക്സാമ്പിൾ എഴുതാൻ പറയും. അടുത്തൊരു മസ്റ്റ് ചോദ്യമാണ് വാട്ട് ഹാപ്പൻസ് ഇഫ് കോഫാക്ടർ ഈസ് റിമൂവ്ഡ്. നമ്മൾ എൻസൈമിൽ നിന്ന് കോഫാക്ടറിനെ റിമൂവ് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ ഇനി ഇത്തരം എൻസൈമുകളിൽ കോഫാക്ടറിന്റെ കൂടെ വരുന്ന പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്ന് ചോദിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കോഫാക്ടേഴ്സിന്റെ എക്സാമ്പിൾ ചോദിക്കാം, അതുപോലെ കോഫാക്ടേഴ്സ് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് ചോദിക്കാം, ഓരോ ടൈപ്പിന്റെയും എക്സാമ്പിൾ കേട്ടോ, ടൈപ്പിന്റെ എക്സാമ്പിൾ ചോദിക്കാം. കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാം, പ്രോട്ടീൻ പാർട്ടിന്റെ പേരെന്താണെന്ന് ചോദിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. സോ ലുക്ക്, അപ്പോൾ ഇവിടെ പ്രോട്ടീൻ പാർട്ടിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടിനെ എന്താ വിളിക്കുക? അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള കോഫാക്ടറുകളുണ്ട്. കോഫാക്ടർ ക്യാൻ ബി മെറ്റൽ അയോൺ, ഒന്നുകിൽ മെറ്റൽ അയോൺ ആവാം, അല്ലെങ്കിൽ കോ എൻസൈം ആവാം, അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആവാം അല്ലെ കുട്ടികളെ, അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആവാം അല്ലെ. അപ്പൊ നമ്മൾ ബ്ലാങ്കുകളൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. നൗ വാട്ട് ഹാപ്പൻസ് വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ എൻസൈം. എൻസൈമിൽ നിന്ന് നിങ്ങൾ ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ലുക്ക്, പെറോസിലും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി കോ എൻസൈമിന്റെ 2 ഉദാഹരണം NCERT തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആളാണ് NAD, അതേപോലെ NADP. പല എൻസൈമുകളുടെയും കൂടെ പല എൻസൈമിലും നമുക്ക് ഈ കോഫാക്ടറുകളെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കിങ്ങിണി സാറ് നിങ്ങളെ ബോട്ടണി പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, C3 സൈക്കിൾ ഒക്കെ നമ്മുടെ ദാറ്റ്സ് ഇൻ അവർ റെസ്പിറേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിനകത്ത് അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾ ഒരുപാട് എന്താ പറയാ സൈക്കിളുകൾ ഉണ്ടാവും. അവിടെയൊക്കെ പല സ്റ്റെപ്പിലും എൻസൈമുകളുടെ കൂടെ കോഫാക്ടർ ആയിട്ട് വരുന്നത് കോ എൻസൈമുകളാണ്, ലൈക്ക് NAD ആൻഡ് NADP. അതിന് ഫുൾ ഫോം ചോദിക്കും. എന്താ NAD? നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. ഫുൾ ഫോം ചോദിക്കും, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. NADP എന്ന് പറഞ്ഞാലോ, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് അല്ലെ. ഇനി മെറ്റൽ അയോണിന്റെ എക്സാമ്പിൾ ആരാടാ? Zn2+ ആക്ടസ് മെറ്റൽ അയോൺ ഇൻ വിച്ച് എൻസൈം? ഏത് എൻസൈമിലെ കുട്ടികളെ? കാർബോക്സി പെപ്റ്റിഡൈസ്. ആരാണ്? കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈമിലെ കോഫാക്ടർ ആയിട്ട് വരുന്ന ഒരു മെറ്റൽ അയോൺ ആണ് ആര്? സിങ്ക്, Zn2+. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇതിനെ പറ്റി ചോദിക്കുക. ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു ചാപ്റ്ററിനകത്ത് ചോദ്യം വന്നിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഒരു കോഫാക്ടറുമായി ബന്ധപ്പെട്ട ഏകദേശം 8 നോക്ക്. പ്രൈമറി മെറ്റബോളൈറ്റ്, സെക്കൻഡറി മെറ്റബോളൈറ്റ് രണ്ടിന്റെയും ഡിഫറൻസ് ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയാനാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, സോ എന്താ പ്രൈമറി മെറ്റബോളൈറ്റ്?
What is metabolite? Simply biomolecules. So those biomolecules which are needed for the normal growth, development and reproduction of an organism. Look, ഒരു ഓർഗാനിസത്തിന്റെ നോർമൽ ഗ്രോത്തിന്, ഡെവലപ്മെന്റിന്, റീപ്രൊഡക്ഷന്, ഇത്രയും കാര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ബയോമോളിക്യൂളുകളെയാണ് ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഓരോ ബയോമോളിക്യൂളും നമ്മുടെ ബോഡിയുടെ നോർമൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും റീപ്രൊഡക്ഷൻ നടക്കാനും റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാലോ, അതിനൊക്കെ അത്യന്താപേക്ഷിതമാണ്. സോ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ബയോമോളിക്യൂളുകളും ദേ ആർ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ബട്ട് ലുക്ക്, ഇൻ പ്ലാന്റ്സ്, ഫംഗസ് ആൻഡ് ബാക്ടീരിയ, പ്ലാന്റ് നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ, അവരിലുള്ള ചില ബയോമോളിക്യൂളുകൾ അവരുടെ നോർമൽ ഗ്രോത്തിനോ ഡെവലപ്മെന്റിനോ റീപ്രൊഡക്ഷനോ അത്യന്താപേക്ഷിതമല്ല. അത്തരം ബയോമോളിക്യൂളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്. ദീസ് ആർ ദോസ് മെറ്റബോളൈറ്റ്സ് ഓർ ദോസ് ബയോമോളിക്യൂൾസ് വിച്ച് ആർ നോട്ട് നെസസറി എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല ഫോർ ദ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റീപ്രൊഡക്ഷൻ. അവരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ, രണ്ടിന്റെയും ഓരോ എക്സാമ്പിൾ ഒക്കെ എന്തായാലും പഠിച്ചു വെക്കണേ. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പറയാം. അപ്പോൾ ഗ്ലൈസിൻ ഒരു പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്, അലാനിൻ, സെറീന്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഒരു പ്രൈമറി മെറ്റബോളൈറ്റ്. നമ്മുടെ ബോഡി കാണുന്ന ഏതൊരു ബയോമോളിക്യൂളിനെയും നിങ്ങൾക്ക് ഗ്ലൂക്കോസ് ഒരു പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്, റൈബോസ് പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്, ന്യൂക്ലിയോസൈഡ്, ഇതൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്. ഓക്കെ, സെക്കൻഡറി മെറ്റബോളൈറ്റിന്റെ കുറെ എക്സാമ്പിൾ NCERT ഒരു ബോക്സ്, ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലോ. ആ ടേബിൾ എന്തായാലും ചേരുംപടി ചേർക്കാൻ ഇതുവരെ കാര്യമായി ചോദിച്ചിട്ടില്ല, പക്ഷേ ദർ ഈസ് എ പോസിബിലിറ്റി. ഓക്കെ, അതുകൊണ്ട് ആ ടേബിൾ പഠിച്ചാൽ വളരെ നന്നായി. പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ചേരുംപടി ചേർക്കാനുള്ള രീതിയിലെങ്കിലും പഠിക്കുക. ഒന്ന് രണ്ട് എക്സാമ്പിൾ ജസ്റ്റ് കാണാതെ പഠിച്ചേക്കുക, ബാക്കി അതൊരു ചേരുംപടി ചേർക്കാൻ കിട്ടിയാൽ തെറ്റിക്കാതെ ചേരുംപടി ചേർക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. നൗ ലിഗേസസ് ആൻഡ് ലയാസസ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലിഗേസസ് ആർ ദോസ് എൻസൈംസ് which catalyze joining of two groups. രണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുന്ന, രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ പുതിയ കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യും. നോക്ക്, ഇതൊരു ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ്, രണ്ടുപേര് കൂടി ചേർന്ന് അവർ ജോയിൻ. ദീസ് ആർ എൻസൈംസ് വിച്ച് കാറ്റലൈസ് ജോയിനിങ് ഓഫ് ടു ഗ്രൂപ്പ്സ്. രണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിഗേസസ് എന്ന് വിളിക്കുക. ഇനി ലയാസസ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലയാസസ്? ലുക്ക്, ശ്രദ്ധിക്കടാ, CH3 CH CH CH3 ഇതൊരു ബയോമോളിക്യൂളാന്ന് ഇമാജിൻ ചെയ്യൂ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ വൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ഒരു സബ്സ്ട്രേറ്റിനെ ലയാസസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ്? ശ്രദ്ധിക്ക്, ഈ എക്സും വൈയും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. എന്നിട്ട് CH ഡബിൾ ബോണ്ട് CH3 പ്ലസ് XY, ഇങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. അപ്പോൾ നോക്കടാ, ഈ എക്സും ഈ വൈയും ഇവിടെ നിന്ന് ഈ ഒരു മോളിക്യൂളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടില്ലേ? യെസ് ഓർ നോ? സോ ദേ കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പുകളുടെ റിമൂവലിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളെയാണ് ലയാസസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. അടുത്ത് നോക്ക്, ദ മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എൻസൈം ആരുടെ കുട്ടികളെ? വെരി ഗുഡ്, കൊളാജൻ അല്ലേ, കൊളാജൻ. അടുത്തത്, ഇൻ ദ എൻറ്റയർ ബയോസ്ഫിയർ, ഈ ഒരു ജൈവമണ്ഡലത്തിലെ മുഴുവൻ, C ക്യാപിറ്റൽ O ക്യാപിറ്റൽ, ഓക്കെ, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. അടുത്ത് നോക്കുക, observe the graph given below regarding the concept of activation energy. What is A and B? ഈ ഒരു ഗ്രാഫ് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ലുക്ക്, ഈ ഗ്രാഫിൽ A എന്താണ്, B എന്താണ്? A എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം അല്ലേ? ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഇല്ലാത്തപ്പോഴുള്ള ആക്ടിവേഷൻ എനർജി ആണിത് അല്ലേ? Now what is B? B is activation energy with enzyme അല്ലേ കുട്ടികളെ? ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം, എൻസൈം ഉള്ളപ്പോഴുള്ള ആക്ടിവേഷൻ എനർജിയാണ് ബി. അടുത്തത്, മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദ പ്രോസസ് ഓഫ് സ്ട്രക്ചർ ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ലിവിംഗ് ടിഷ്യൂസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. ഇത് മസ്റ്റായിട്ട് നമ്മളോട് ചോദിക്കും. നമ്മുടെ NCERT ഒരു പേജിൽ നിറയെ കുറേ സ്ട്രക്ചറുകൾ, ഒരുപാട് കെമിക്കൽ സ്ട്രക്ചറുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? ആ കെമിക്കൽ സ്ട്രക്ചറിൽ 6 വശങ്ങൾ ഉണ്ടാവും. ഇനി ഒരു ഭാഗത്ത് അതിൽ ഒരു മൂലയിൽ ഓക്സിജൻ ഉണ്ടാവും, ഒരു മൂലയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഓക്സിജനാണ് ഉള്ളത്, അത് നോക്കിയാൽ ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്. ഇനി അതല്ല 5 മൂലയാണ് a fatty acid called palmitic acid, നമ്മളോട് ചോദിക്കും. and what is this? This is another simple fat in our body. നമ്മുടെ ബോഡിയിലുള്ള ഒരു സിമ്പിൾ ലിപ്പിഡ് ആണിത്, അല്ലെങ്കിൽ സിമ്പിൾ ഫാറ്റ് ആണിത്. CH2OH CHOH CH2OH, ആരത്? ഗ്ലിസറോൾ കേട്ടോ. അപ്പോൾ ഈ സ്ട്രക്ചർ NCERT തന്നാണ്. എന്തായാലും another tertiary structure, another tertiary structure, another tertiary structure. ഓക്കെ, ഇത് സ്വയം മാഞ്ഞു പോകുന്നു മക്കളെ. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദ ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 സബ് യൂണിറ്റ് ഓർ 4 ടെർഷ്യറി സ്ട്രക്ചേഴ്സ് അല്ലെ? 4 സോറി
യെസ്, 4 ടെർഷ്യറി സ്ട്രക്ചർ ഉള്ള പോളിപെപ്റ്റൈഡുകൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ 4 സബ് യൂണിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടായിട്ടുള്ളത്. ഈ 2 സബ് യൂണിറ്റുകൾ നമ്മൾ എന്താ വിളിക്കുക? ആൽഫ സബ് യൂണിറ്റ്സ്. ആൽഫ സബ് യൂണിറ്റ്സ്. ഈ 2 പേര് എന്താ വിളിക്കുക? ബീറ്റ സബ് യൂണിറ്റ്സ് അല്ലേ? അപ്പൊ ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 സബ് യൂണിറ്റ്, 2 ആൽഫ സബ് യൂണിറ്റ് ആൻഡ് 2 ബീറ്റ സബ് യൂണിറ്റ്. 4 ടെർഷ്യറി. അടുത്തൊരു ചോദ്യം അതാണ്, ഏത് ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ? ശ്രദ്ധിക്കുക, പ്രൈമറി സ്ട്രക്ചർ 3 ഡയമെൻഷണൽ അല്ല. സെക്കൻഡറി സ്ട്രക്ചർ നമുക്കറിയാം, ലുക്ക് ആൽഫ ഹെലിക്സ് അല്ലെങ്കിൽ ബീറ്റ പ്ലീറ്റഡ്, ഇത് രണ്ടും 3 ഡയമെൻഷണൽ അല്ല. പിന്നെ 3 ഡയമെൻഷണൽ ആരൊക്കെ ചോദിച്ചാൽ ടെർഷ്യറി സ്ട്രക്ചർ, ക്വാർട്ടർണറി സ്ട്രക്ചർ, ഇത് രണ്ടുമാണ് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. ഇനി അടുത്ത ചോദ്യം ചോദിക്കും, വിച്ച് പ്രോട്ടീൻ സ്ട്രക്ചർ ഈസ് നീഡഡ് ഫോർ ദ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീനുകളുടെ ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കാൻ ഏത് സ്ട്രക്ചർ ആണ് വേണ്ടത്? പ്രൈമറിയും പോരാ, സെക്കൻഡറിയും പോരാ, ടെർഷ്യറി അല്ലെങ്കിൽ ക്വാർട്ടർണറി. ക്ലിയർ അല്ലേ കുട്ടികളെ? നിങ്ങൾ ടെർഷ്യറി ആൻസർ ആയിട്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ടെർഷ്യറി ആൻഡ് ക്വാർട്ടർണറി സ്ട്രക്ചർ. ഈ 2 സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബയോളജിക്കൽ ആക്ടിവിറ്റികൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കും, ഹോളോ വുള്ളൻ ബോൾ സ്ട്രക്ചർ. ശ്രദ്ധിക്ക്, ഹോളോ വുള്ളൻ ബോൾ സ്ട്രക്ചർ, പ്രോട്ടീനുകളുടെ ഹോളോ വുള്ളൻ ബോൾ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് ടെർഷ്യറി സ്ട്രക്ചർ. ഒന്നുമില്ലടാ, ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയിരിക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലേ ആകെ ഇങ്ങനെ അല്ലേ? സോ ദാറ്റ്സ് വൈ വ്യത്യസ്ത പ്രോട്ടീനുകളുടെ പേര്, അവർ നിർവഹിക്കുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു ടേബിൾ NCERT തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ മസ്റ്റ് ആയിട്ട് ഇവന്മാർ ചോദിക്കും. അവിടെ ഉള്ള ഒരു കാര്യമാണിത്, നെയിം ദ പ്രോട്ടീൻ എന്നുണ്ടെങ്കിൽ ഇതൊരു കോശം, അപ്പോൾ കോശത്തിന് ഗ്ലൂക്കോസ് വേണം. ആൻഡ് ബി, NCERT നിങ്ങളോട് ഇത് നൈട്രജൻ ബേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു മോളിക്യൂൾ കണ്ടാൽ അത് നൈട്രജൻ ബേസ് ആണോ എന്ന് നോക്കാൻ ഒരു പണി ചെയ്താൽ മതി. ആ മോളിക്യൂളിന് ഒരു റിംഗ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. അത് മാത്രമല്ല, ആ മോളിക്യൂളിന്റെ പല മൂലയിലും നിങ്ങൾക്ക് നൈട്രജനെ കാണാം. റിംഗ് സ്ട്രക്ചർ ആയിരിക്കും, പല മൂലയിലും യു ക്യാൻ സീ നൈട്രജനുകളുടെ ചിത്രം തന്നിട്ടുള്ള 2 പേരുടേതാണ്. അഡിനിൻ എന്ന് പറയുന്ന പ്യൂരിൻ്റെതും യുറാസിൽ എന്ന് പറയുന്ന പിരിമിഡിന്റെ പിക്ചറും. നമുക്ക് പിരിമിഡിൻ എപ്പോഴും ചെറുതായിരിക്കും. സോ ഇതാരായിരിക്കും? ചെറിയ പിരിമിഡിൻ ആയിട്ടുള്ള യുറാസിലാണ് അയാളുടെ പിക്ചർ തന്നിട്ടുള്ളത്. പ്യൂരിൻ കുറച്ചുകൂടെ വലുത്, കണ്ടോ, 2 റിംഗ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ പിക്ചർ ഓഫ് അഡിനിൻ. ഇനി NCERT ഒരു ന്യൂക്ലിയോസൈഡിന്റെ പിക്ചറും അതുപോലെ ന്യൂക്ലിയോടൈഡിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. ന്യൂക്ലിയോസൈഡ്, 2 ന്യൂക്ലിയോസൈഡുകളുടെ പിക്ചർ NCERT തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ്, ഒന്ന് അഡിനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡിന്റെ പിക്ചർ ഉണ്ട്, അതുപോലെ യുറിഡിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡിന്റെ പിക്ചർ ഉണ്ട്, അതും തരും. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് എങ്ങനെ ന്യൂക്ലിയോസൈഡ് ഉണ്ടാവുക? ഒരു റൈബോസ് അല്ലെങ്കിൽ ഒരു പെൻഡോസ് ഷുഗർ. പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ഷുഗർ അല്ലെങ്കിൽ റൈബോസ്. റൈബോസിന് 5 കാർബണാണ് ഉള്ളത്. ഇതാ ഇവിടെയൊക്കെ കാർബൺ, അങ്ങനെ നിങ്ങൾ നോക്കിയാൽ 5 കാർബൺ ഉള്ള റൈബോസ് ഉണ്ട്. നോക്ക്, റൈബോസിന്റെ ഒന്നാമത്തെ കാർബണിലേക്ക് ഒരു അഡിനിൻ അറ്റാച്ച് ചെയ്താൽ ദിസ് ഈസ് എ ന്യൂക്ലിയോസൈഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അഡിനോസിൻ. ഇയാൾ എന്താ വിളിക്കുക? അഡിനോസിൻ. ഇപ്പൊ അഡിനിന് പകരം ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് യുറാസിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് യൂറിഡിൻ. അയാളെ വിളിക്കുന്ന പേരെന്താണ്? യൂറിഡിൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്ക്, ഇപ്പൊ അഡിനോസിൻ ഉണ്ട് അല്ലെ? അഡിനോസിനിലെ നോക്ക്, അഡിനോസിൻ ഉണ്ട്, ദാറ്റ് ഈസ് റൈബോസിലേക്ക് അഡിനിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നോക്ക്, ഈ ഒരു കാർബണിലേക്ക് ഒരു ഫോസ്ഫേറ്റ് കൂടെ. ഫോസ്ഫേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ആ സ്ട്രക്ചർ പഠിക്കുന്നു വേണ്ട, അതിൽ ഫോസ്ഫറസ് ഉണ്ടാകുന്നെങ്കിലും നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചറാ. ഓക്കെ, ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഫോസ്ഫേറ്റ്. അപ്പൊ ഇതിലൊരു ഫോസ്ഫറസിനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ എനിവേ ഇയാൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡിന് നമ്മൾ എന്ത് പേരാ കൊടുക്കുക എന്നറിയോ? ഇറ്റ് ഈസ് അഡിനൈലിക് ആസിഡ്. എന്ത് പേരാ കൊടുക്കുക? അഡിനൈലിക് ആസിഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ യുവർ NCERT. അപ്പൊ ആ ഒരു പിക്ചർ കൂടെ ഇതിന്റെ നേരെ ഇതിന്റെ തൊട്ടപ്പുറത്താണ് പിക്ചറാണത്, അതും പരീക്ഷയ്ക്ക് അസച്ച് ചോദിക്കും. അടുത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ നോക്ക്, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമന്റ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എൻസൈം ആക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതൊക്കെ ഫാക്ടറുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ടെമ്പറേച്ചർ, H+ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ pH അല്ലെ? ടെമ്പറേച്ചർ, pH, പിന്നെ അതുപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, പിന്നെ ഇൻഹിബിറ്റർ, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. 4 കാര്യങ്ങളുള്ള ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. ഈ ഓരോന്നിനെ കുറിച്ചും ചോദ്യം ചോദിക്കും. നോക്കൂ, ടെമ്പറേച്ചർ ആയാലും pH ആയാലും ഏകദേശം ഒരേപോലെയാണ്. നോക്ക്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആദ്യം എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടി ഒരു പോയിന്റ് എത്തും അല്ലെ? അങ്ങനെ ലുക്ക്, ഈ ഒരു ടെമ്പറേച്ചർ ദേണ്ട ഈ ഒരു പോയിന്റിൽ ടെമ്പറേച്ചർ എത്തുമ്പോൾ മാക്സിമം ആക്ടിവിറ്റിയാ. പിന്നെ ആക്ടിവിറ്റി കുറഞ്ഞു വന്ന് വീണ്ടും 0 ആവും. നിങ്ങളപ്പോൾ ടെമ്പറേച്ചർ ഇതിനേക്കാളും കൂട്ടിയാൽ വീണ്ടും ആക്ടിവിറ്റി കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ്, ഈ ഒരു ടെമ്പറേച്ചറിലാണ് മാക്സിമം ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ മാക്സിമം ആക്ടിവിറ്റി ഉള്ള ടെമ്പറേച്ചറിനെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. എന്താണ് വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എൻസൈംസ് ഷോ മാക്സിമം ആക്ടിവിറ്റി അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അറ്റ്
വെരി ലോ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന്, അങ്ങനെ കുറഞ്ഞാൽ ദർ വിൽ ബി ടെമ്പററി ഇനാക്ടിവേഷൻ ഓഫ് എൻസൈമിന് ടെമ്പററി ഇനാക്ടിവേഷൻ സംഭവിക്കും. ഇനി അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഉണ്ടായാലോ, ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് എൻസൈം ഇനാക്റ്റീവ് ആയിട്ട് മാറും, എൻസൈമിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഇനാക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എൻസൈമിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. നൗ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടിയാലോ ദർ വിൽ ബി പെർമനന്റ് ലോസ് ഓഫ് ആക്ടിവിറ്റി. എൻസൈമിന്റെ ആക്ടിവിറ്റി എന്നേക്കുമായിട്ട് എന്താവും കുട്ടികളെ, നഷ്ടപ്പെടും. Okay, there will be permanent loss of activity. Now write the structure of alanine and glycine. നമ്മൾ already discuss ചെയ്ത question ആണ്. അടുത്തത്, look, name the protein part of enzyme. Mention two kind of cofactors. What happen if cofactor is removed? നമ്മൾ already discuss ചെയ്തതാണ് അല്ലേ. ഇനി നോക്ക്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷനിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടെമ്പറേച്ചറിനെ പോലെ തന്നെയാണ് പി എച്ചും. ഒരു പ്രത്യേകതയെ ഗ്രാഫ് വരെ പി എച്ച് വെച്ച് ഗ്രാഫ് വരച്ചാലും അല്ലെ, ഒരു പർട്ടിക്കുലർ പി എച്ചിലാണ് മാക്സിമം ആക്ടിവിറ്റി കാണിക്കുക. ദാറ്റ് പി എച്ച് ഈസ് കോൾഡ് ഒപ്റ്റിമം പി എച്ച്. സോ ദ ആക്ടിവിറ്റി ഡിക്രീസസ് ബോത്ത് ബിലോ ആൻഡ് എബവ് ഒപ്റ്റിമം പി എച്ച്. ഒപ്റ്റിമം പി എച്ചിനേക്കാളും പി എച്ച് കൂടിയാലും ആക്ടിവിറ്റി കുറയും, പി എച്ച് കുറഞ്ഞാലും ആക്ടിവിറ്റി കുറയും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറും പി എച്ചും കഴിഞ്ഞു. അടുത്ത ഫാക്ടർ എന്താ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അതിനെപ്പറ്റി നമ്മളോട് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലുക്ക്, വെൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, the velocity of enzymatic reaction increases at first. After attaining a maximum velocity, it cannot be exceeded by further addition of substrate. Why? What is meant by this? എന്താ ഈ ചോദ്യം കൊണ്ട് അർത്ഥാക്കുന്നത്? ശ്രദ്ധിക്കുക മക്കളെ. So look, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മളോട് രണ്ട് രീതിയിൽ ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഓൺ എൻസൈം ആക്ഷൻ? എൻസൈമിന്റെ ആക്ഷന്റെ പുറത്ത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ എഫക്റ്റ് എന്താന്ന് ചോദിക്കാം. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് എൻസൈം? എൻസൈമിന്റെ ആക്ഷൻ എന്താ? ഇറ്റ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓർ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? എൻസൈമിന്റെ ഫംഗ്ഷൻ. അപ്പൊ എൻസൈം ആക്ടിവിറ്റി എന്നതിന് പകരം നമ്മൾ ഇവിടെ y ആക്സിസിൽ വെലോസിറ്റി എടുക്കുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചാൽ മതി. സോ ലുക്ക്, വാട്ട് ഹാപ്പൻസ് ഈസ്, ഇനീഷ്യലി നമ്മൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് വെലോസിറ്റിയും കൂടി പോകും. വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടി പോകും. അങ്ങനെ കൂടി ഇങ്ങനെ ഇവിടെ എത്തി. അപ്പൊ നോക്ക്, നിങ്ങൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ 10 ആക്കിയപ്പോൾ വെലോസിറ്റിയും 10. ഓക്കെ, വെലോസിറ്റിയും 10 എന്നുള്ളൊരു വാല്യൂ കിട്ടി. അപ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നിങ്ങൾ 1 ആക്കിയപ്പോൾ വെലോസിറ്റി 1 ആയിരുന്നു, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ 2 ആക്കിയപ്പോൾ വെലോസിറ്റി 2 ആയിരുന്നു, അങ്ങനെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ 10 ആക്കിയപ്പോൾ വെലോസിറ്റി 10 ആയി. ഇനി നോക്കിട്ടോ, ഇനി നിങ്ങൾ വീണ്ടും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടി 11 ആക്കി, ബട്ട് വെലോസിറ്റി 10 തന്നെ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ 12 ആക്കി, വെലോസിറ്റി 10 തന്നെ. 13 ആക്കി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, വെലോസിറ്റി 10 തന്നെ. അത് വെലോസിറ്റി ദെൻ ബിക്കം കോൺസ്റ്റന്റ്, പിന്നെ വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല. സോ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഓൺ എൻസൈം ആക്ഷൻ? ലുക്ക്, അപ്പൊ എന്താ ഉത്തരം പറയാ? ഇനീഷ്യലി ദ വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ. കണ്ടോ, നമ്മുടെ ഈ ഒരു കേസിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഇനീഷ്യലി ദ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ആൻഡ് ദെൻ ഇറ്റ് റീച്ചസ് എ മാക്സിമം വാല്യൂ and then it become a constant കേട്ടോ, and it reaches a maximum value and then it become a constant. പിന്നെ അയാൾ ചേഞ്ച് ആവൂല, പിന്നെ അയാൾ എത്ര നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാലും വെലോസിറ്റിയിൽ പിന്നെ ഒരു ചേഞ്ച് സംഭവിക്കൂല. അപ്പൊ അതാണ് എന്താണ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്? ആദ്യം വെലോസിറ്റി കൂടി മാക്സിമം എത്തിയിട്ട് പിന്നെ കൂടാതിരിക്കാനുള്ള കാരണം എന്താന്ന് ചോദിക്കും. അതിന്റെ കാരണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് എൻസൈംസ്. ഞാൻ ഓൾറെഡി മുമ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് മുന്നത്തെ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് വിശദമായിട്ട് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആ അർത്ഥം ഒന്നും അറിയാത്തവർ ഇനി പുതിയതായിട്ട് അർത്ഥം പഠിക്കാൻ പോകണ്ട, അർത്ഥം പഠിച്ച് പണ്ഡിതരാവാൻ പോകണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് എൻസൈംസ്. അതായത് വെലോസിറ്റി കൂടിയിട്ട് ഒരു ലെവൽ എത്തി, പിന്നെ വെലോസിറ്റി കൂടാതിരിക്കാനുള്ള കാരണം എന്താ? ദ വെലോസിറ്റി ഈസ് നോട്ട് ഇൻക്രീസ്ഡ് ഫർദർ, പിന്നീട് വെലോസിറ്റി കൂടുന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് എൻസൈംസ്. എന്ത് കാരണം കൊണ്ടാണ് പിന്നെ വെലോസിറ്റി കൂടാതെ കോൺസ്റ്റന്റ് ആയി പോകുന്നത്? എൻസൈമുകൾക്ക് സാച്ചുറേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇത് അങ്ങോട്ട് കാണാതെ പഠിക്കുക, തള്ളിക്കൊടുക്കുക, യു വിൽ ഗെറ്റ് ദാറ്റ് മാർക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് നിങ്ങൾ
പറയേണ്ട കാര്യം. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ്. നോക്കൂ, എൻസൈമുകളുടെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നമ്മളോട് ചോദ്യം ചോദിക്കും. ഓക്കെ, സോ ലുക്ക്, ഇത് ഒരു തവണ 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്ന എൻസൈമുകളുടെ ഫംഗ്ഷൻ എന്താ? ദേ കാറ്റലൈസ് ഹൈഡ്രോലിസിസ് റിയാക്ഷൻ, അല്ലെങ്കിൽ ഹൈഡ്രോലൈസിസ് ഓഫ് ബോണ്ട്സ്. ബോണ്ടുകൾ പൊട്ടുന്ന പരിപാടിയാണ് ഹൈഡ്രോലൈസിസ്, അതിനെ കാറ്റലൈസ് ചെയ്യുന്നു. നൗ ലയാസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റിമൂവൽ ഓഫ് ഗ്രൂപ്പ്, അല്ലേ? ഗ്രൂപ്പുകളുടെ റിമൂവലിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. ഓക്സിഡോ റിഡക്റ്റേസോ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷനുകളെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. ഐസോമറൈസസോ, ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, അല്ലെ, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. ലിഗൈസസോ, ജോയിനിങ് ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ ലിങ്കിങ് ടുഗദർ ഓഫ് 2 മോളിക്യൂൾസ്, അല്ലെ, 2 മോളിക്യൂൾസിനെ ലിങ്ക് ചെയ്യുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന, ജോയിനിങ്ങിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. തരും, ഈ ഒരു ഡയഗ്രം തരും, എന്നിട്ട് എക്സ്പ്ലെയിൻ ദീസ് സ്റ്റെപ്സ്, ഈ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെ. ആക്ച്വലി എൻസൈം ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ് to form enzyme substrate complex. Now chemical reaction takes place and you will get enzyme product complex, അല്ലേ? ഇവിടെ നമ്മൾ എന്താ എഴുതുക? enzyme product complex. Then enzyme product complex dissociate and we will get enzyme plus product, അല്ലേ? അപ്പോൾ അത് അങ്ങനെ എഴുതാൻ പറയും. അടുത്ത ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടർ, ശരിക്കും 4 ഫാക്ടർ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഏതൊക്കെ? ജി പ്ലസ് എസ്. നോക്ക്, ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എസിൽ നിന്ന് ഏതിൽ നിന്നാണ്? ദിസ് ഈസ് അഡിനൈലിക് ആസിഡ്, അല്ലെ? ദിസ് ഈസ് എ ന്യൂക്ലിയോടൈഡ് കോൾഡ് അഡിനൈലിക് ആസിഡ്. ഇനി എന്താ മക്കളെ, തേനീച്ച കൂട് പോലെയുള്ള ഒരു സാധനം തന്നിട്ട് ഇത് ഏതാ മോളിക്കൂൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം? ദിസ് ഈസ് കൊളസ്ട്രോൾ. ഇതാരാ? കൊളസ്ട്രോൾ ആണ്. ഇറ്റ് ഈസ് എ ഫാറ്റ്, അല്ലെ? ഒരു പ്രത്യേക തരത്തിലുള്ള ലിപ്പിഡ് ആണ് അല്ലെങ്കിൽ ഫാറ്റ് ആണ് കൊളസ്ട്രോൾ. അടുത്തത്, select the wrongly matched pair from the following. Okay, this is actually protein function എന്ന് പറയുന്ന ടേബിൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞതല്ലേ? ആ ടേബിൾ ആണ്, അത് തെറ്റിച്ചാ തന്നിട്ടുള്ള. അപ്പോൾ അതിൽ ചിലത് തെറ്റിച്ച് തന്നിട്ടുണ്ട്, ഏതാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കൊളാജൻ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് ആണ്, നമ്മൾ ആ ടേബിളിനകത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കും. ഇത് ഇൻസുലിൻ ഈസ് എ ഹോർമോൺ. ആന്റിബോഡി ഈസ് ആക്ച്വലി സെൻസറി റിസപ്ഷൻ അല്ല. ദേ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെതിരെ, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. നമ്മൾ +2 വിശദമായിട്ട് ഇവരെ പറ്റി പഠിക്കും. ഓക്കെ, സോ സെൻസറി റിസപ്ഷൻ അല്ല. അപ്പോൾ ഇതാണ് റോങ്ലി മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത്. നൗ ഐഡന്റിഫൈ ദ ഗിവൺ ബയോമോളിക്യൂൾ ദാറ്റ് കംസ് അണ്ടർ ഫാറ്റ്. ഇതാരാന്ന് ചോദിച്ചിട്ടുള്ളത്? ഇതും ആ ഭാഗത്തുള്ള പിക്ചറാണ്. ദിസ് ഈസ് ആക്ച്വലി ട്രൈഗ്ലിസറൈഡ് ആണ്. ഇയാൾ ആരാണ്? ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആ ഭാഗത്തെ മുഴുവൻ, ആ ഒരു ഞാൻ പറഞ്ഞു, ആ ഒരു പേജിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ, വരക്കാൻ പഠിക്കണ്ട, വരക്കാൻ അമിനോ ആസിഡുകളെ മാത്രം, ബാക്കി എല്ലാവരെയും കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വീസിങ് due to inflammation of bronchi and bronchiole. നോക്ക്, ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം 3 ഡിസോർഡറെ പഠിക്കാനുള്ളൂ, അല്ലേ? ആ 3 മുഴുവൻ അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, മുഴുവൻ ഡെഫിനിഷൻ. ഓക്കെ, ഒന്ന് ഇപ്പോൾ ആസ്മ ഈസ് in asthma there will be difficulty in breathing and wheezing, അല്ലെ? ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, അതുപോലെ വീസിങ്, വലിവുണ്ടാവും. വലിവിൻ്റെ ഒരു സൗണ്ട്, അതാണ് വീസിങ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. ആ ഒരു സൗണ്ടിനെയാണ് വീസിങ് എന്ന് വിളിക്കുക. സോ വീസിങ് ഉണ്ടാകും, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഉണ്ടാകും, ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ. വീക്കം വരികയാണ് ഇവിടെ ബ്രോങ്കസിലും ബ്രോങ്കിയോളിലും, കേട്ടോ. ഓക്കെ, എനിവേ ഇറ്റ് ഈസ് അബൌട്ട് ആസ്മ. അത് 3 പഠിച്ചിരിക്കണം. അടുത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ IRV and ERV, TV and RV. So look, this portion is very important. ഇതിപ്പോൾ ഞാൻ ഈ ഒരു 2 ആളെ മാത്രമല്ല മുഴുവൻ ചോദിക്കും. ദാറ്റ് ഈസ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്, ആ ഭാഗത്ത് ഓരോരുത്തരുടെയും ഡെഫിനിഷൻ, ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ പഠിക്കണം. ഇപ്പം ഇവിടെ ഞാൻ ഇട്ട ക്വസ്റ്റ്യനിൽ IRVയും ERVയും ഉള്ളൂ, TVയും RVയും ഉള്ളൂ, അല്ല, എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു തവണത്തെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ, എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പണി ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാക്കാൻ ഇത് മാത്രം ഞാൻ നിങ്ങളെ ഇപ്പം അങ്ങ് പഠിപ്പിച്ചു വിട്ടതുകൊണ്ട് ഇത് മാത്രം അങ്ങോട്ട് ഇതന്നെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു വോളിയം ആൻഡ് കപ്പാസിറ്റി 2 മാർക്കിനെ ചോദിക്കുക, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2 മാർക്ക് നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു less than 5 മിനിറ്റിൽ
5 or 6 മിനിറ്റിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ബാക്കിലോട്ട് പോയിട്ട് പാസ്റ്റ് ലൈവുകൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കിടക്കുന്നുണ്ടാവും ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ ലൈവ്. അപ്പോൾ ആ ലൈവിലെ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ആ ഒരു ഭാഗം ഒരു 6 മിനിറ്റേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് 6-7 മിനിറ്റ് മാക്സിമം, അതിലെന്തായാലും കൂടാൻ ചാൻസ് ഇല്ല. അതൊന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്ന് കണ്ട് പഠിക്കുക കേട്ടോ. ഞാനിവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എന്തായാലും കാര്യമായിട്ട് മനസ്സിലാവില്ല. പെട്ടെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് മനസ്സിലാവില്ല. ഓക്കെ, എനിവേ വാട്ട് ഈസ് IRV ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് പഠിക്കുക. അറിയാത്ത ആളുകളുണ്ട്, അറിയുന്ന ആളുകളാണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്കൊന്ന് റിവിഷൻ ആവും. അതർവൈസ് അറിയാത്ത ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കേട്ടോ, നമുക്ക് ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് ഈസ് IRV? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, ദ അഡീഷണൽ വോളിയം ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ആഫ്റ്റർ എ normal respiration, normal inspiration, the additional volume of air that can be inspired after a normal inspiration. Okay, അല്ലെങ്കിൽ the additional volume of air that can be inspired by a forceful inspiration. ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷനിലൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് the additional volume of air that can be inspired by forceful inspiration, അങ്ങനെ വേണമെങ്കിലും പറയാം. Now what is ERV? The additional volume of air that can be expired by a forceful expiration. Forceful expiration-ലൂടെ എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ വോളിയത്തെയാണ് ERV. IRV-യുടെ വാല്യൂ എത്രയാണ് കുട്ടികളെ? 2500 to 3000 അല്ലേ? 2500 to 3000 ആണ് എന്തിൻ്റെ വാല്യൂ? 3000 ml ആണ് IRV-യുടെ വാല്യൂ. ERV-യുടെ വാല്യൂ എത്രയാണ് കുട്ടികൾ? 1000 to 1100 ml ആണ് ERV-യുടെ വാല്യൂ അല്ലേ? Now TV and RV. എന്താ കുട്ടികളെ TV? The volume of air entering or leaving the lung ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് ലങ്ങിലേക്ക് എൻ്റർ ചെയ്യുകയോ ലീവ് ചെയ്യുകയോ ചെയ്യുന്ന വോളിയം ഓഫ് എയറിനെയാണ് TV അല്ലെങ്കിൽ ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. TVയുടെ വാല്യൂ എത്രയാണ് കുട്ടികളെ? 500 ml ആണ് TVയുടെ വാല്യൂ അല്ലേ? വാട്ട് ഈസ് RV എന്ന് പറഞ്ഞാൽ ദ റെസിഡുവൽ വോളിയം, ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ പോലും ലങ്ങിൽ ബാക്കിയാവുന്ന വോളിയം ഓഫ് എയറിനെയാണ് RV എന്ന് വിളിക്കുക അല്ലേ? റെസിഡുവൽ വോളിയം 1100 to 1200 ml ആണ് ഇത് റെസിഡുവൽ വോളിയം. അപ്പോൾ ഈ വാല്യൂ മാത്രം പഠിച്ചാൽ പോരാ, ഡെഫിനിഷൻ പഠിക്കണം. ഡെഫിനിഷൻ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത നോക്ക്. നെയിം ദ ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ യുവർ ബ്രെയിൻ. എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് മോഡറേറ്റിംഗ് റെസ്പിറേറ്ററി റിതം. റെസ്പിറേറ്ററി റിതത്തെ അല്ലെങ്കിൽ റെസ്പിറേഷനെ മോഡറേറ്റ് ചെയ്യുന്നതിൽ ഓരോ റെസ്പിറേറ്ററി സെൻറ്ററിൻ്റെയും റോളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് നമ്മുടെ ബോഡിയിൽ. പക്ഷെ അതിലെ ബ്രെയിനിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് യൂഷ്വലി ഇവർ ചോദിക്കാറുള്ളൂ. അപ്പോൾ ബ്രെയിനിൽ ആരൊക്കെയാണുള്ളത് കുട്ടികളെ? ഇൻ ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ബ്രെയിനിലെ മെഡുല്ലയിൽ നമുക്ക് ആക്ച്വലി 2 ഭാഗമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? റെസ്പിറേറ്ററി റിഥം സെൻറ്റർ അല്ലേ? റെസ്പിറേറ്ററി റിഥം സെൻറ്റർ നമ്മുടെ മെഡുല്ലയിലെ പ്രധാനപ്പെട്ട ആളാണ്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്പിറേറ്ററി റിഥം സെൻറ്റർ? ഇറ്റ് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി സെൻറ്റർ അല്ലേ? ഇയാളാണ് മെയിൻ റെസ്പിറേറ്ററി സെൻറ്റർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ. ഇയാളാണ് പ്രൈമറി ആയിട്ട് നമ്മുടെ റെഗുലേഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി സെൻറ്റർ. ഇയാളാണ്. അത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അടുത്ത ആളാണ് കുട്ടികളെ നമ്മുടെ മെഡുല്ലയിൽ തന്നെ കാണുന്ന അടുത്ത ആളാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. എന്താണ്? കീമോ സെൻസിറ്റീവ് ഏരിയ. നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിൽ തന്നെയുള്ള റെസ്പിറേറ്ററി റിഥം സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് ആയിട്ടുള്ള ആളാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു H+ ആൻഡ് CO2. നിങ്ങളുടെ ബ്രെയിനിൽ CO2-ൻ്റെയോ H+ൻ്റെയോ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടോ എന്നതിനോട് വളരെ സെൻസിറ്റീവായിട്ട് അതറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. അങ്ങനെ CO2 H+ കൂടിക്കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ് സെൻഡ് സിഗ്നൽ ടു, അയാൾ എങ്ങോട്ട് സിഗ്നലിനെ കൊടുക്കും? ഇറ്റ് സെൻഡ് സിഗ്നൽ ടു RR സെൻറ്റർ. ഇയാൾ ആക്റ്റീവ് ആയാൽ നിങ്ങളുടെ ബോഡിയിൽ CO2 H+ നിങ്ങളുടെ ബ്രെയിനിൽ കൂടിയാൽ ഇറ്റ് സെൻഡ് സിഗ്നൽ ടു റെസ്പിറേറ്ററി റിഥം സെൻറ്റർ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇനി നമ്മുടെ പോൺസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഭാഗത്ത് വി ഹാവ് എ ന്യൂമോടാക്സിക് ഏരിയ. ആരുടെ കുട്ടികളെ? ന്യൂമോടാക്സിക് സെൻറ്റർ അല്ലെങ്കിൽ ന്യൂമോടാക്സിക് ഏരിയ ഉണ്ട്. ന്യൂമോടാക്സിക് സെൻറ്റർ എന്ന് പഠിച്ചോളൂ. സോ നൗ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂമോടാക്സിക് സെൻറ്റർ? ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഇത്ര പഠിച്ചാൽ മതി. ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഡയഫ്രം ആൻഡ് അതർ മസിൽസ് ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിലെ ഡയഫ്രത്തിൻ്റെയും മറ്റ് മസിൽസിൻ്റെയും റോള് 3 മാർക്കിനാണ് ചോദിച്ചത്.
അപ്പോൾ നമുക്കറിയാം ബ്രീത്തിങ്ങിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാ കുട്ടികളെ? ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. അപ്പോൾ രണ്ടിലും ഡയഫ്രത്തിൻ്റെയും മറ്റ് മസിലുകളുടെയും റോൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇൻസ്പിരേഷനിൽ എന്താ സംഭവിക്കുക? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം അല്ലേ? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ കൺട്രാക്ഷൻ നടക്കും. ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. ഡയഫ്രത്തിൻ്റെയും അതുപോലെ ഇന്റർകോസ്റ്റൽ മസിലുകളുടെയും കൺട്രാക്ഷൻ നടക്കും. അങ്ങനെ കൺട്രാക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും കുട്ടികളെ? ദ തൊറാസിക് വോളിയം ഇൻക്രീസസ് അല്ലെ? തൊറാസിക് വോളിയം കൂടും. തൊറാക്സിന്റെ വോളിയം കൂടും. തൊറാസിക് വോളിയം ഇൻക്രീസസ്. തൊറാക്സിന്റെ വോളിയം കൂടിയാൽ എന്ത് സംഭവിക്കും? വെരി ഗുഡ്. ലങ് വോളിയം ഓൾസോ ഇൻക്രീസസ്. ലങ് വോളിയവും ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ലങ് വോളിയം ഓൾസോ ഇൻക്രീസ്. ഇങ്ങനെ ഇട്ടാ ഇൻക്രീസ് എന്നാ വായിക്കുക. ലങ് വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ലങ് വോളിയം ഇൻക്രീസ് ആയാൽ എന്ത് സംഭവിക്കും? പറ. വെരി ഗുഡ്. ഇൻട്രാ പൾമണറി പ്രഷർ അല്ലെ? ലങ്ങിനകത്തെ പ്രഷർ ഡിക്രീസസ്. ലങ്ങിനകത്തെ പ്രഷർ കുറയും. അങ്ങനെ ഡിക്രീസ് ആയാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? എയർ എൻ്റർ ദ ലങ്സ് അല്ലെ? എയർ എൻ്റർ ദ ലങ്സ്. ലങ്ങിനകത്തേക്ക് എയർ കയറും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഇൻസ്പിരേഷൻ നടക്കുന്നത്. Now what is the mechanism of expiration? Just like the opposite. Simply ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, that is relaxation of diaphragm and intercostal muscle. ഡയഫ്രത്തിന്റെയും ഇന്റർകോസ്റ്റൽ മസിലിന്റെയും റിലാക്സേഷൻ. So what happened? The thoracic volume, thoracic cavityയുടെ വോളിയം decreases. അങ്ങനെ ഡിക്രീസ് ആയ ലങ് വോളിയം ഡിക്രീസസ്. So what happens? Intrapulmonary pressure increases. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻക്രീസസ്. അപ്പോൾ എയർ ലീവ് ദ ലങ്. എയർ ലങ്ങിനെ ലീവ് ചെയ്തിട്ട് ലങ്ങിൽ നിന്ന് എയർ പുറത്തോട്ട് പോകും അല്ലേ? അത് ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അത് രണ്ടും എഴുതി ആ 3 മാർക്ക് കിട്ടും. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചുള്ളത് വേണ്ട ഈ ഒരു സാധനമാണ്. വാട്ട് ഈസ് ദിസ്? ഇതെന്താന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്തിനാണ് ഇത് സഹായിക്കുക, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കും. ഈ ഗ്രാഫിനെ ഓൾട്ടർ ചെയ്യുന്ന, ഈ ഗ്രാഫിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഫാക്ടറുകൾ എന്തൊക്കെ ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. So look, what is depicted by this graph? ഈ ഗ്രാഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഗ്രാഫ് എന്തിനെയാണ് കാണിക്കുന്നത്? ഇപ്പൊ എന്താണ് ODC എന്നാ ചോദിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ചിത്രം തന്നിട്ട് ഇത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ODC ഓർ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി the effect of various factors on oxyhemoglobin formation and dissociation. ഓക്സിഹീമോഗ്ലോബിന്റെ ഫോർമേഷനിലും ഡിസോസിയേഷനിലും വ്യത്യസ്ത ഫാക്ടേഴ്സിനുള്ള റോള് എന്താണെന്ന് അറിയാനാണ് ഇയാൾ നമ്മളെ സഹായിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ റോൾസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്, ദ റോൾ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓൺ ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ. അതിലുള്ള വ്യത്യസ്ത ഫാക്ടേഴ്സിന്റെ റോളിനെ ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. അതാണ് സിഗ്നിഫിക്കൻസ്. അല്ലെങ്കിൽ ടു സ്റ്റഡി ദാറ്റ് റോൾ, ആ റോളിനെ പഠിക്കാൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അടുത്ത് നോക്ക്, റൈറ്റ് എനി ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിനെ ആൾട്ടർ ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? ഈ ഗ്രാഫിനെ ആൾട്ടർ ചെയ്യുന്ന ഫാക്ടർ ആരൊക്കെ വെച്ചാൽ ഓക്സിഹീമോഗ്ലോബിന്റെ ഫോർമേഷനെയും ഡിസോസിയേഷനെയും സ്വാധീനിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനും ഈ ഗ്രാഫിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും. ഫോർമേഷൻ, ഡിസോസിയേഷൻ, അതിനെ സ്വാധീനിക്കുന്ന എല്ലാ ഫാക്ടറിനും ഈ ഗ്രാഫിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണെന്ന് അറിയാത്? ദറ്റ് ഈസ് PCO2. PCO2 കുറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ നടക്കും. PCO2 കൂടിക്കഴിഞ്ഞാൽ ഡിസോസിയേഷൻ നടക്കും. സോ PCO2 ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. അടുത്തത് H+ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ നടക്കും. H+ കൂടിക്കഴിഞ്ഞാൽ ഡിസോസിയേഷൻ നടക്കും. സോ H+ കോൺസെൻട്രേഷൻ ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. അടുത്ത് നോക്ക്, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ നടക്കും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡിസോസിയേഷൻ നടക്കും. സോ ടെമ്പറേച്ചർ ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിനെ ആൾട്ടർ ചെയ്യുന്ന 3 ഫാക്ടർ പറയാൻ പറഞ്ഞാൽ PCO2, H+ ആൻഡ് ടെമ്പറേച്ചർ. അങ്ങനെ പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ഇനി ചോദിക്കുകയാണ് ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷനെയും ഡിസോസിയേഷനെയും സ്വാധീനിക്കുന്ന, എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അല്ലേ? നോ, റെസ്പിറേറ്ററി ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. So look again, list the major factors affecting dissociation of oxygen from oxyhemoglobin tissue. ഏതൊക്കെയാണ് മേജർ ഫാക്ടറുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യു ക്യാൻ ആൻസർ ദാറ്റ്. ആക്ച്വലി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കൂട്ടാവുന്നതാകട്ടോ. ഇപ്പോൾ ഫോർമേഷനെയും ഡിസോസിയേഷനെയും കാറ്റലൈസ് ചെയ്യുന്ന ആളുകളിൽ ഇപ്പോൾ ഞാൻ ഇത്രയല്ലേ പറഞ്ഞത്, ഒരാളെയും കൂടി നിങ്ങൾക്ക് കൂട്ടാം. ലൈക്ക് PO2 കൂടിക്കഴിഞ്ഞാൽ ഫോർമേഷനെ ഫേവർ ചെയ്യും. PO2 കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേഷനെ ഫേവർ ചെയ്യും.
PO2 കുറഞ്ഞാൽ ഡിസോസിയേഷൻ, PO2 കൂടിയാൽ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ കേട്ടോ. അതുകൂടെ നിങ്ങൾ കൂട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി. ദാറ്റ്സ് ഇറ്റ്. നൗ ഡിഫറൻഷിയേറ്റ് ദ പ്രോസസ് ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഇവിടെ എന്താണോ എഴുതിയത്, ഇവിടെ എന്താണോ ഇൻസ്പിരേഷനിലും എക്സ്പിരേഷനിലും എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞത് സെയിം കാര്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ റെസ്പിറേറ്ററി കപ്പാസിറ്റി മസ്റ്റ് ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞു അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് നടക്കൂല. അത് ഇറ്റ് വിൽ ബി ഹാർഡർ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി മാത്രം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ വാല്യൂസ് പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ടായി, ഇക്വേഷൻസ് പഠിച്ചിരിക്കണം, ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. പല രീതിയിൽ ചോദിക്കും. പക്ഷേ ശരിക്കും കുറേ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളത് പഠിച്ചിട്ട് നമുക്ക് മാക്സിമം അത് പഠിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നത് 2 മാർക്കാണ്. ഇനി അത് ആ 2 മാർക്ക് തീരെ വേണ്ട. ഒരാൾ പറയാണ് അത്രയും സമയം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ല സാർ, ഞാൻ പഠിക്കൂല, എനിക്ക് ഭയങ്കര വാശിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ 2 മാർക്കാണ്. നിങ്ങൾ എത്ര സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ദാറ്റ്സ് അപ് ടു യു കേട്ടോ. ഞാൻ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. ഭയങ്കര നിർബന്ധമാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. അടുത്ത് നോക്ക്, റെസ്പിറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ നെർവ് സെന്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ഹൈപ്പോതലാമസ് ആൻഡ് സെറിബ്രം. ഓക്കെ, സോ ഇതിലുള്ള പ്രശ്നം എന്താ കുട്ടികൾ, ഹൈപ്പോതലാമസിലും സെറിബ്രത്തിലും ആണോ? അല്ല. എവിടെയൊക്കെയാണ് ഉള്ളത് കുട്ടികളെ? പോൺസ് ആൻഡ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലുക്ക്, ആസ്മ ആൻഡ് എംഫൈസിം ആർ 2 ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. മെൻഷൻ ദെയർ കോസസ് ആൻഡ് സിംറ്റംസ്. കോസും സിംറ്റം ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കോസും സിംറ്റം ഒക്കെ മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കോസും സിംറ്റം എല്ലാം കൂടി ഒന്നും നിങ്ങൾക്ക് അറിയത്തുമില്ല. ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. അത് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന കാര്യം എഴുതി വെച്ചാൽ മതി കേട്ടോ. ദിസ് ഈസ് റിഗാർഡിംഗ് അഗെയിൻ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ആണ്. ഇനി റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ഫിഗർ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഫിഗറിൽ എന്താ തന്നിട്ടുള്ളത് നോക്ക്. നമ്മുടെ ഗ്യാസുകളുടെ ഡിഫ്യൂഷൻ നടക്കുന്ന ഒരു ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചു വാട്ട് ഈസ് ദ look, the question is what is the partial pressure of oxygen in the alveolar capillary. ഈ alveolar capillary എന്ന് പറഞ്ഞതാണ്, ആൽവിയോളസിന്റെ അവിടുത്തെ കാപ്പിലറി ആണിത്. അവിടുത്തെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 millimeter ഓഫ് മെർക്കുറി ആണ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ. അത് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അത് എടുത്ത് എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ചോദ്യം നോക്കടാ. നെയിം ദ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. 3 ടൈം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഗ്യാസ് എക്സ്ചേഞ്ചിന് നമ്മളെ സഹായിക്കുന്ന ബയോളജിക്കൽ പ്രിൻസിപ്പിൾ എന്താ? ദാറ്റ് ഈസ് നത്തിങ് അതർ ദാൻ സിമ്പിൾ ഡിഫ്യൂഷൻ. എന്താണ് മക്കളെ? ദാറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇതുവഴിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അടുത്തത് ലുക്ക്, next question is very important. What happen when partial pressure of oxygen becomes same in alveoli and alveolar capillary? ദേണ്ടേ നോക്ക്, ഇവിടെയും ഒരേ പാർഷ്യൽ പ്രഷർ ആയ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂഷൻ നടക്കുമോ? ഇല്ല. ദ സിമ്പിൾ ഡിഫ്യൂഷൻ വിൽ സ്റ്റോപ്പ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ദ സിമ്പിൾ ഡിഫ്യൂഷൻ വിൽ നോട്ട് ടേക്സ് പ്ലേസ് അല്ലേ? സിമ്പിൾ ഡിഫ്യൂഷൻ വിൽ നോട്ട് ഒക്കർ അല്ലെങ്കിൽ ദ സിമ്പിൾ ഡിഫ്യൂഷൻ സ്റ്റോപ്സ് അല്ലേ? എങ്ങനെ വേണമെങ്കിലും പറയാം, സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കത്തില്ല അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആവും. എന്ത് വേണമെങ്കിലും പറയാം. സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരു ഭാഗത്ത് കോൺസെൻട്രേഷൻ കൂടുതലും മറ്റേ ഭാഗത്ത് കുറവും ആയിരിക്കണം, എന്നാൽ മാത്രമേ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. രണ്ട് ഭാഗത്തും സെയിം ആയാൽ നടക്കൂല. ഓക്കെ, സോ നമ്മൾ നമ്മൾ അവസാനത്തെ ചാപ്റ്റർ അല്ല, നമുക്ക് ലിവിംഗ് വേൾഡിനാകെ നമുക്ക് ഒരു 5 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി നേരെ വി ആർ ഗോയിങ് ടു ദ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട നോർമൽ ഹാർട്ട് റേറ്റ്. അയാളാണ് നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് സിഗ്നൽസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽസ് അല്ലേ? ആക്ഷൻ പൊട്ടൻഷ്യൽ ഞാൻ AP എന്ന് എഴുതുന്നുള്ളൂ. ദാറ്റ് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ സിഗ്നൽസ് ഓർ ഇമ്പൾസ്. അയാളാണ് സിഗ്നൽ ഉണ്ടാക്കുന്നത്. ദാറ്റ് നീഡഡ് ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് അല്ലേ? കൺട്രാക്ഷൻ ഓഫ് ഹാർട്ടിന്റെ കൺട്രാക്ഷൻ ആവശ്യമായ സിഗ്നലിനെ ഇയാളാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് പ്രൊഡ്യൂസ് സിഗ്നൽസ് നീഡഡ് ഫോർ ദ റിതമിക്കൽ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ NCERT ഉള്ളത്. ദ സിഗ്നൽസ് ഫോർ റിതമിക്കൽ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് comes from the SA node or the pacemaker of heart and it maintains your heart rate അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഭാഷയിലൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാകുന്ന ഞാൻ വെരി സിമ്പിൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഇറ്റ് പ്രൊഡ്യൂസ് സിഗ്നൽസ് ദാറ്റ് നീഡഡ് ഫോർ നോർമൽ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻസ് നോർമൽ ഹാർട്ട് റേറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഒന്ന് ECG യെ കുറിച്ചും രണ്ടാം സ്ഥാനത്ത് നോഡൽ ടിഷ്യൂ ആണുള്ളത്. നോഡൽ ടിഷ്യൂവിന്റെ മൊത്തം അറേഞ്ച്മെന്റ് ചോദിക്കുന്നു. അറിയാലോ, SA നോഡ്, AV നോഡ്, AV സ്റ്റാൻഡേർഡ് ECG ആൻഡ് ഡിസ്ക്രൈബ് ഡിഫറെന്റ് വേവ്സ് ഇൻ ഇറ്റ്. അതിനകത്തുള്ള വ്യത്യസ്ത വേവുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിൽ നമ്മളോട് ചോദിക്കും. ദാറ്റ് ഈസ് വൺ പോസിബിലിറ്റി റിഗാർഡിംഗ് ECG. അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ദ ഗ്രാഫ്സ് ഓഫ് ECG.
ഐഡന്റിഫൈ ഡിഫറെന്റ് വേവ്സ് ഇൻ ECG അങ്ങനെ ചോദിക്കും. ദെൻ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ECG? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ECG? ECGയുടെ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റക്ട് എനി വേരിയേഷൻ ഇൻ നോർമൽ വേവ്സ് ഓഫ് ECG. ECGയുടെ ഈ നോർമൽ വേവുകളാണിത്. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ഡിഫറെന്റ് ഡിസീസസ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ വ്യത്യസ്ത രോഗങ്ങളെ മനസ്സിലാക്കാൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റക്ടിങ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈയിങ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഡിസോർഡറുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ECG നമ്മളെ സഹായിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇതാണ് ചോദിക്കുക. അപ്പോൾ ഓരോ വേവുകളുടെ സിഗ്നിഫിക്കൻസും വരക്കാൻ പഠിക്കണം. അതിന്റെ എന്താ പറയുക, മൊത്തത്തിൽ ECGയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നോഡൽ ടിഷ്യൂ ആണ്. നോഡൽ ടിഷ്യൂവിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം ഒന്ന്, നോഡൽ ടിഷ്യൂവിന്റെ അറേഞ്ച്മെന്റ്. ചിലപ്പോൾ ചിത്രം തന്നിട്ടുണ്ടാവും. അപ്പൊ SA നോഡ് കാണിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ AV നോഡ് മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ എന്നിട്ട് ആ ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. SA നോഡ്, AV ബണ്ടിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ബണ്ടിൽ ഓഫ് ഹീസ്. അപ്പൊ ആ രീതിയിൽ ചോദിക്കും. രണ്ട്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോഡൽ ടിഷ്യൂ എന്ന് ചോദിക്കും. എന്താ നോഡൽ ടിഷ്യൂവിന്റെ സിഗ്നിഫിക്കൻസ്? യെസ്, the signals produced by nodal tissue is responsible for the rhythmical contraction of heart. ഹാർട്ടിന്റെ ഈ റിതമിക്കൽ കൺട്രാക്ഷന്റെ കാരണം നോഡൽ ടിഷ്യൂ ഉണ്ടാക്കുന്ന സിഗ്നൽ ആണ്. ഇനി അടുത്ത ചോദ്യം ചോദിക്കും, ഹു ഈസ് പേസ് മേക്കർ ഇൻ അവർ ഹാർട്ട്? ആരാണ് പേസ് മേക്കർ? നോഡൽ ടിഷ്യൂന്റെ ഏത് ഭാഗ പേസ് മേക്കർ? SA നോഡ്. വൈ SA നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ? എന്തുകൊണ്ടാണ് SA നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് നോഡൽ ടിഷ്യൂ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, മാക്സിമം നമ്പർ ഓഫ് സിഗ്നൽസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ, മാക്സിമം നമ്പർ ഓഫ് സിഗ്നൽ ഉണ്ടാക്കുന്ന ഭാഗം അയാളാണ്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ, അല്ലെങ്കിൽ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ഓൾമോസ്റ്റ് 72 സിഗ്നൽസ് പെർ മിനിറ്റ് ആൻഡ് അവർ ഹാർട്ട് റേറ്റ് ഈക്വൽ ടു 72. അയാൾ ഒരു മിനിറ്റിൽ 72 സിഗ്നൽ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഹാർട്ട് റേറ്റും 72 ആണ്. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ പേസ്, ഹാർട്ടിന്റെ സ്പീഡിനെ മെയിൻറ്റെയിൻ, ഹാർട്ടിന്റെ റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അയാളാണ്. അതുകൊണ്ട് സ്വനപുടം അങ്ങനെ എന്തോ ഏതായാലും നമ്മൾ സൗണ്ട് ഇതാക്കാൻ കഴിയുന്ന ഈ ഭാഗം, ഓൾ ദീസ് ഫങ്ഷൻസ് ഡ്യൂ ടു സിഗ്നൽസ് ത്രൂ ന്യൂറോൺസ്. ന്യൂറോണുകളിലൂടെ, ബിക്കോസ് ഓഫ് സിഗ്നൽസ് കമ്മിങ് ത്രൂ ന്യൂറോൺസ്, ന്യൂറോണുകളിലൂടെ സിഗ്നൽ വരുന്നത് കൊണ്ടാണ്, ആ സിഗ്നലുകൾ കാരണമാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അതേ സമയത്ത് ഹാർട്ട് ഡസിന്റ് റിക്വയർ any signals from your brain. ഹാർട്ടിന് ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വേണ്ട. The normal functioning of heart is controlled by nodal tissue. Nodal tissue is a special type of cardiac muscle. Nodal tissue ഒരു പ്രത്യേക കാർഡിയാക് മസിലാണ്. ആ മസിൽ ഉണ്ടാക്കുന്ന സിഗ്നൽ കാരണമാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് ഇറ്റ് ഈസ് മയോജനിക്, ഇറ്റ് ഈസ് നോട്ട് ന്യൂറോജനിക്. ന്യൂറോണിലൂടെ സിഗ്നൽ കിട്ടേണ്ട കാര്യമൊന്നും ഹാർട്ടിനില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഓക്കെ. സോ എന്തുകൊണ്ടാണ് ഹാർട്ട് മയോജനിക്? നോഡൽ ടിഷ്യൂന്റെ അറേഞ്ച്മെന്റ്, ഹു ഈസ് പേസ് മേക്കർ, വൈ ഇറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ. ഇനി അടുത്ത ചോദ്യം, SA നോഡ് ഡാമേജ് ആയാൽ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ചോദ്യം. SA നോഡ് നോക്ക്, ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ഹാർട്ടിൽ നിന്ന് ചോദ്യം ചോദിച്ച ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. SA നോഡ് ഡാമേജ് ആയാൽ എന്ത് സംഭവിക്കും? SA നോഡ് ഡാമേജ് ആയാൽ ഹാർട്ട് റേറ്റ് കുറയും. ഹാർട്ട് റേറ്റ് ഇപ്പൊ SA നോഡ് ഒരു മിനിറ്റിൽ 72 സിഗ്നൽ ആവറേജ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഹാർട്ട് ഒരു മിനിറ്റിൽ 72 തവണ ബീറ്റ് ചെയ്യുന്നു. ഇനി SA നോഡ് ഫങ്ഷണൽ, നിങ്ങൾ എന്നാ കോപ്പാണ് ചെയ്യാൻ പോകുന്നത് മക്കളെ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ഉത്തരം പറയാ? പൊന്ന് സാറന്മാരെ, നമ്മൾ എന്ത് ചെയ്യും? വി ഇൻസേർട്ട് ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് ഇൻ ടു ദ റൈറ്റ് എട്രിയം ഓഫ് സച്ച് പേഷ്യൻസ്. അത്തരം പേഷ്യൻസിന്റെ റൈറ്റ് എട്രിയത്തിലേക്ക് ഞങ്ങൾ എന്നാ ഇട്ട് കൊടുക്കും? ആർട്ടിഫിഷ്യൽ പേസ് മേക്കറുകളെ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദാറ്റ് മാർക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച ഭാഗം അതാണ്. ഇനി മൂന്നാമത്തെ ചോദിച്ചാൽ മെയിൻലി ഇവർ ചോദിച്ചുള്ളത് ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡിന്റെ കോമ്പോസിഷനിലെ ബ്ലഡ് സെല്ലുകളെ കുറിച്ച്, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് WBCകളുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഗ്രാനുലോസൈറ്റ്സ്, അഗ്രാനുലോസൈറ്റ്, അവരുടെ പേഴ്സൻറ്റേജ്, അവരുടെ ഫംഗ്ഷൻ, അതാണ് മൂന്നാം സ്ഥാനം. ബാക്കിയൊക്കെ പിന്നെയാണ്. ബ്ലഡ് ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ട് എപ്പോഴും യൂഷ്വലി ചോദിക്കാറ് ഹു ഈസ് യൂണിവേഴ്സൽ ഡോണർ, ഹു ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. അതാണ് യൂഷ്വലി ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ബാക്കി ചോദിക്കൂല എന്ന് ഞാൻ പറയില്ല. ഓൾ അതർ ഗ്രൂപ്പ്സ്. ഇനി യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ആളാരാ? AB അല്ലെ. സോ വൈ AB ഈസ് കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ. ഉണ്ടായാലും ആൻസർ ഇങ്ങനെ എഴുതേണ്ടത്, ദർ വിൽ ബി ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ചോദിക്കാം RH. ഇപ്പോൾ ഒരാൾ പറയും, ഒരു A നെഗറ്റീവ് ഉള്ള ഒരു മനുഷ്യൻ ആക്സിഡന്റ് ആയി, ഇയാൾക്ക് നിങ്ങൾ ഏതൊക്കെ ബ്ലഡ് കൊടുക്കുന്നു? ഞാൻ പറഞ്ഞുതരാം. A ഗ്രൂപ്പുള്ള ആൾക്ക് നമ്മൾ ഏതൊക്കെ ബ്ലഡ് കൊടുക്കും? Aയും കൊടുക്കും, Oയും കൊടുക്കും, ശരിയല്ലേ? A ഗ്രൂപ്പുള്ള ആൾക്ക് നമ്മൾ Aയും കൊടുക്കും, Oയും കൊടുക്കും. ഓക്കെ. പക്ഷെ ഇയാൾ A നെഗറ്റീവ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവിന് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ രോഗി എ നെഗറ്റീവാ. എ ആയതുകൊണ്ട് ഇയാൾക്ക് എ കൊടുക്കുക, ഓ കൊടുക്കുക. പക്ഷെ ശ്രദ്ധിക്കണം, എ നെഗറ്റീവും ഓ നെഗറ്റീവും മാത്രമേ ഇയാൾക്ക് കൊടുക്കാവൂ. ക്ലിയർ ആണോ? ഇയാൾ നെഗറ്റീവ്, അയാൾക്ക് നെഗറ്റീവേ കൊടുക്കാം. നെഗറ്റീവ് ആൾക്കാർ അങ്ങനെ ഒരു നെഗറ്റീവിന്റെ അടുത്ത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ബട്ട് ഇഫ് യു ആർ പോസിറ്റീവ്, ജസ്റ്റ് ലൈക്ക് മീ, ഐ ആം എ പോസിറ്റീവ് പേഴ്സൺ, ഐ ആം ഓ പോസിറ്റീവ്, മൈ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഓ പോസിറ്റീവ്, so I am just a positive person, so I can receive, എനിക്കൊരു പ്രശ്നമില്ല, I accept both negative people and positive people. മനസ്സിലായോ? നെഗറ്റീവ് ഓളികൾക്ക് നെഗറ്റീവ് ഓളികളെ മാത്രമേ പറ്റുള്ളൂ. ബട്ട് വെൻ വി ആർ പോസിറ്റീവ്, then we will accept both negative and positive. So look, ഇപ്പൊ ഇയാൾ എ പോസിറ്റീവ് ആണ് നമ്മുടെ രോഗിയെങ്കിൽ അയാൾക്ക് എ പോസിറ്റീവ് കൊടുക്കുക, എ നെഗറ്റീവ് കൊടുക്കുക, ഓ പോസിറ്റീവ് കൊടുക്കുക, ഓ നെഗറ്റീവ് കൊടുക്കുക. അപ്പോ instruction of RBC. Clear അല്ലേ? Okay. So these are the most probable questions here. ഞാൻ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം കേട്ടോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമ്മുടെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഇതിനകത്തൊന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ. സോ ലുക്ക്, ബാക്കിയൊക്കെ മൈനർ പോർഷൻസ് ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളോട് അങ്ങനെ ഭയങ്കര 3 മാർക്കിനൊന്നും അസച്ച് ആയിട്ട് ചോദിക്കൂല. ഓക്കെ. സോ നമുക്ക് നോക്കി നോക്കാം. നൗ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ. ക്ലോട്ടിംഗ് ഫാക്ടർ പ്ലാസ്മയിൽ നിന്ന് ഒഴിവാക്കി എന്താ വിളിക്കുക? സീറം അല്ലെ? സെറം അല്ലടാ, സീറം. അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാ? എ ബി ഗ്രൂപ്പ്. പ്രൊട്ടക്റ്റീവ് ഡബിൾ വാൾഡ് മെംബ്രേനസ് ബാഗ് കവറിംഗ് ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യന്റെ ഹാർട്ടിനെ കവർ ചെയ്യുന്ന ഡബിൾ വാൾഡ് ബാഗിന്റെ പേരെന്താടാ? പെരികാർഡിയം അല്ലെ? പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് ആരാണ് കുട്ടികളെ? എസ് എ നോഡ് അല്ലെ? ഇനി ഹാർട്ടിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, NCERT പിക്ചർ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടോ. അത് മാർക്ക് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഭാഗങ്ങൾ പറഞ്ഞത് മാത്രം. ലുക്ക്, ഇത് ഞാൻ പറഞ്ഞു, WBCകളുടെ ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? ഫാഗോസൈറ്റോസിസ് ആണ് അല്ലെ? ബേസോഫിലോ ഇൻഫ്ലമേഷൻ ആണ് അല്ലെ? ഇൻഫ്ലമേഷൻ. ഇറ്റ് സെക്രീറ്റ് ഹിസ്റ്റാമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ ദാറ്റ് ലീഡ് ടു ഇൻഫ്ലമേഷൻ. ഇയോസിനോഫിലോ അലർജിക് റിയാക്ഷൻ ആണ് ഇയാളുടെ ഫംഗ്ഷൻ. ലിംഫോസൈറ്റോ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെ? ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് അട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഈസ് ഗാർഡഡ് ബൈ. റൈറ്റ് അട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള ഓപ്പണിംഗിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഏത് വാളാ കാണാൻ പറ്റുക? ട്രൈകസ്പിഡ് വാൾവാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ചോദിക്കും. അതിനൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. യു സിംപ്ലി റിമെമ്പർ BPL. എന്താ BPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ? ബൈകസ്പിഡ് വാൾവ്, പ്യുവർ ബ്ലഡ്, ലെഫ്റ്റ് സൈഡ്. പ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരിക. ലെഫ്റ്റ് സൈഡിലുള്ള വാൾവ് ഏതാണ്? ബൈകസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മൈട്രൽ വാൾവ് ആണ്. അപ്പൊ പിന്നെ റൈറ്റ് സൈഡിലുള്ള വാൾവ് ആരായിരിക്കും കുട്ടികളെ? ട്രൈകസ്പിഡ് വാൾവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. Now complete the flow chart of cardiac impulse from the terms given in brackets. ഒന്നുമില്ല, SA നോട് AV നോട്, AV ബണ്ടിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, അതുപോലെ തന്നെ പർക്കിൻജെ ഫൈബേഴ്സ് അല്ലെ? ലുക്ക്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. Now what is this bundle of his? എന്താ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ലുക്ക്, AV ബണ്ടിൽ പ്ലസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ഇവരെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞാൽ AV ബണ്ടിൽ പ്ലസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്. നെക്സ്റ്റ് നോക്ക്, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ടു പ്രിവെന്റ് എക്സസ് ബ്ലഡ് ലോസ് ഫ്രം ദ ബോഡി. ഓക്കെ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ കേട്ടോ. ഇത് നമ്മളോട് 3 മാർക്കിന് ഇത് ദിസ് വാസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. സോ ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം മൊത്തം നമ്മളോട് ചോദിക്കും. അത് ഒരു 2 തവണ 3 തവണ ചോദിച്ചിട്ടുണ്ട്. മറ്റേതിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും 3 തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതും 3 മാർക്ക് or 2 മാർക്ക് ആയിട്ടാണ് ചോദിക്കുക. സോ വാട്ട് ഈസ് ദ മെക്കാനിസം? സോ ഇനീഷ്യലി ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ദർ വിൽ ബി കാസ്കേഡ് പ്രോസസ്. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ എക്സാക്ട് മുഴുവൻ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ദർ വിൽ ബി കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കും. അതിന്റെ ഫലമായിട്ട്, കാസ്കേഡ് പ്രോസസ്സിന്റെ ഫലമായിട്ട് ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം രൂപപ്പെടും. ഓക്കെ, ത്രോംബോകൈനേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഇനാക്റ്റീവായ പ്രോട്ടീനെ ത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആക്കി മാറ്റും. എന്താക്കി മാറ്റും? ത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആക്കി ഇത് മാറ്റും. നൗ വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ത്രോംബിൻ? ത്രോംബിൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ സോല്യുബിൾ ആയി കിടന്നിരുന്ന ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവായിട്ട് ബ്ലഡിൽ ലയിച്ച് കിടന്നിരുന്ന ആളെ ഫൈബ്രിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റും. ക്ലിയർ ആണല്ലോ? ഫൈബ്രിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റും. സോ ദിസ് ഈസ് ദ ഇഞ്ചുറി. ഇത് നിങ്ങളുടെ രക്തക്കുഴലാണ്. ആ രക്തക്കുഴലിലെ ഇഞ്ചുറി ഇതേണ്ട ഇവിടെയാണ്. ഇവിടെ ആക്റ്റീവ് ത്രോംബിൻ. ദ ത്രോംബിൻ കൺവേർട്ട് ഫൈബ്രിനോജൻ ഇൻ പ്ലാസ്മ ഇൻടു ഫൈബ്രിൻ ത്രെഡ്. എന്താക്കി മാറ്റൂടാ? ഫൈബ്രിൻ ത്രെഡുകളാക്കിയിട്ട് മാറ്റും. അപ്പോൾ ഫൈബ്രിൻ ബേസിക്കലി ത്രെഡ് ഷേപ്പ്ഡ് പ്രോട്ടീൻ ആണ്.
Okay, so these fibrin threads form a network at the site of injury. ഇഞ്ചുറിയുടെ സൈറ്റിൽ ഫൈബ്രിൻ ഇറ്റ് ഫോം എ മെഷ് ഓർ നെറ്റ്വർക്ക്. മെഷ് എന്ന് പറഞ്ഞാൽ വല, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാലും വലയാണ്. ഇറ്റ് ഫോം എ നെറ്റ്വർക്ക് ഓർ മെഷ് അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി. വിത്തിൻ ദാറ്റ് മെഷ് ദ ബ്ലഡ് സെൽസ് ആർ ട്രാപ്ഡ്. ബ്ലഡ് സെല്ലുകൾ എന്താവും കുട്ടികളെ? ദേ ഗെറ്റ്സ് ട്രാപ്ഡ്. ഇവർ ഈ ഒരു മെഷിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടും. ദാറ്റ് ലീഡ് ടു ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട് ഓർ കൊയാഗുലം. ബ്ലഡ് ക്ലോട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊയാഗുലം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഏത് അയോൺ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്? ദാറ്റ് ഈസ് കാൽഷ്യം അയോൺ. ഓക്കെ, കാൽഷ്യം അയോൺസ് ആർ ദോസ് അയോൺസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. അത് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും. അടുത്തത്, കാർഡിയാക് സൈക്കിളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ? കാർഡിയാക് സൈക്കിളിന്റെ ഫേസുകൾ ഏതൊക്കെ ചോദിക്കും. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് ഹാർട്ട് സൗണ്ടുകൾ ഏതൊക്കെയാണ്. വാട്ട് ആർ ദ ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ? കാർഡിയാക് സൈക്കിളിന്റെ ഫേസുകൾ ഏതൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇത് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ അങ്ങ് ഡിസ്കസ് ചെയ്യാം. ജോയിന്റ് ഡയസ്റ്റോൾ, ഇതാണ് ഒന്നാമത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസ് ആണ് എട്രിയൽ സിസ്റ്റോൾ. എന്താണ്? ഐ എം സോറി, ജോയിന്റ് ഡയസ്റ്റോൾ കഴിഞ്ഞാൽ നേരെ എട്രിയൽ സിസ്റ്റോൾ. മൂന്നാമത്തെ ഫേസ് ആണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. നാലാമത്തെ ഫേസ് ആണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. ഓക്കെ, so these are the phases of cardiac cycle. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും കേട്ടോ. what are the phases of cardiac cycle? joint diastole, atrial systole, ventricular systole, ventricular diastole. these are the phases of cardiac cycle. അടുത്തത്, ഹാർട്ട് സൗണ്ടുകൾ ഏതൊക്കെ, അതിന്റെ കാരണം എന്താണ്? സോ ഫസ്റ്റ് ഹാർട്ട് സൗണ്ടിനെ ലബ് എന്നാണ് വിളിക്കുക. അത് മനസ്സിലാക്കിയ ഒരു കോഡ് പറഞ്ഞുതരാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മൾ ആദ്യം കാണുമ്പോൾ എല്ലാവരോടും നമുക്ക് ലവ് അല്ലേ തോന്നുക, പിന്നെ കാണുമ്പോഴല്ലേ, പിന്നെ എന്നും കാണുമ്പോഴൊക്കെ അല്ലേ നമുക്ക് സ്വഭാവം മനസ്സിലായി, പിന്നെ ദേഷ്യമൊക്കെ ഉണ്ടാവുക. ഫസ്റ്റ് ടൈം എല്ലാവർക്കും യൂഷ്വലി ലവ് തോന്നുക, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ. നമ്മൾ മറ്റേ സിനിമയിൽ ഏതോ മഹേഷിന്റെ പ്രതികാരത്തിലെ ഡയലോഗില്ലേ, മഹാന്മാരെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലെ വിഗ്രഹം വീണുടയാന്നൊക്കെ കേട്ടില്ലേ, ആ സിനിമയിലെ ഡയലോഗ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലെ, എന്നും കാണുമ്പോഴാണ് അടുത്തറിയുമ്പോൾ ഇത്ര തെണ്ടിയാണല്ലേ എന്ന് മനസ്സിലാവുക. ഓക്കെ, സോ എനിവേ ലീവ് ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ലബ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാർട്ട് സൗണ്ടിന്റെ കാരണം എന്താണെന്ന് ചോദിക്കും. നമ്മൾ ആദ്യം പഠിച്ച വാൾവുകൾ ഏതൊക്കെ? നമ്മളിപ്പോൾ ഇതുവരെ ഹാർട്ട് വാൾവിൽ ശരിക്കും 4 വാൾവുണ്ട് ഹാർട്ടിൽ. നമ്മൾ ഇതുവരെ പഠിച്ച ആരൊക്കെ? ബൈക്കസ്പിഡും ട്രൈക്കസ്പിഡും അല്ലേ. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ആദ്യം അതല്ലേ പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവർ ക്ലോസ് ആകുമ്പോഴാണ് നമുക്ക് ലബ് സൗണ്ട്, ആദ്യത്തെ സൗണ്ട് കിട്ടുക. ക്ലിയർ ആണല്ലോ? ക്ലോസിംഗ് ഓഫ് BCV ആൻഡ് TCV. എപ്പോഴും വാൾവ് ഓപ്പൺ ആകുമ്പോഴാണോ ക്ലോസ് ആകുമ്പോഴാണോ സൗണ്ട് ഉണ്ടാവുക? ഇപ്പോൾ വാതിലാണെങ്കിൽ തുറക്കുമ്പോഴാണോ അടക്കുമ്പോഴാണോ? എപ്പോഴും യൂഷ്വലി സൗണ്ട് അടക്കുമ്പോഴാണ് ഉണ്ടാവുക അല്ലേ. സോ ഡ്യൂ ടു ക്ലോഷർ ഓഫ് BCV ആൻഡ് TCV, ബൈക്കസ്പിഡ് വാൾവും ട്രൈക്കസ്പിഡ് വാൾവും ക്ലോസ് ആവുന്നത് കാരണമാണ് ലബ്. ഇനി ഡബ്ബോ, വേറെ 2 വാൾവുകൾ ഉണ്ട് ഹാർട്ടിൽ. ദേ ആർ സെമി ലൂണാർ വാൾവ്സ്. എന്താണ്? സെമി ലൂണാർ വാൾവ്. അപ്പോൾ അവർ ക്ലോസ് ആവുന്നത് കൊണ്ടാണ് ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൾവ് കേട്ടോ, SLV. ഓക്കെ, ഞാൻ അങ്ങനെ എഴുതുന്നുള്ളൂ, നിങ്ങൾ ഫുൾ ഫോം എഴുതണം. സെമി ലൂണാർ വാൾവ്. അവർ ക്ലോസ് ആവുന്നത് കാരണമാണ് എന്തുണ്ടാവുന്നത്? ഡബ്ബ് സൗണ്ട് ഉണ്ടാവുന്നത്. Now name the tissue marked as A and B. A നോക്കടാ, ദിസ് ഈസ് SA നോഡ് ആൻഡ് B എന്ന് മാർക്ക് ചെയ്തത് ആക്ച്വലി AV നോഡാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കിയൊന്നും അവർ തന്നിട്ടില്ല. Among these which one referred to as pacemaker? ആരാണ് പേസ് മേക്കർ? ആരാ? SA നോഡാണ് പേസ് മേക്കർ. വൈ? അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. SA നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Look at the next question. What is ECG? എന്താണ് ECG? ECGയുടെ ഫുൾ ഫോം ചോദിക്കും, ECGയുടെ ഡെഫിനിഷനും ചോദിക്കും. ഇത് ഡെഫിനിഷനാണ് ആക്ച്വലി. നമ്മൾ ECGയിൽ ചെയ്യുന്നത് ഹാർട്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ മെഷർ ചെയ്യുകയാണ്, അതിനൊരു ഗ്രാഫ് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ECG എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. It is a graphical representation of electrical activity of heart. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ECG എന്ന് പറയുന്നത്. അടുത്തത്, ഡ്രോ എ സ്റ്റാൻഡേർഡ് ECG ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് വേവ്സ് ഇൻ ഇറ്റ്. P വേവ് ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് QRS കോംപ്ലക്സ് ആൻഡ് T വേവ് അല്ലേ. P വേവ് ആൻഡ് ദെൻ വി ഹാവ് QRS കോംപ്ലക്സ് ആൻഡ് ദെൻ T വേവ്. ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ലെറ്റ്സ് ടോക്ക് അബൌട്ട് P വേവ്. ഇറ്റ് റെപ്രസെന്റ് ഡീപോളറൈസേഷൻ ഓഫ് എട്രിയ. എട്രിയയിൽ നടക്കുന്ന ഡീപോളറൈസേഷൻ ആണല്ലേ, ഡീപോളറൈസേഷൻ ഓഫ് എട്രിയയാണ് P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. and that lead to atrial systole. അതാണ് എന്തിലേക്ക് നയിക്കുന്നത്? atrial systole-ലേക്ക് നയിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡീപോളറൈസേഷൻ ഓഫ് അട്രിയ, ഒരു മസിലിന്, ഏതൊരു മസിലിന്, അതിപ്പോൾ അട്രിയം ആയിക്കോട്ടെ, വെൻട്രിക്കിൾ ആയിക്കോട്ടെ,
ആയിക്കോട്ടെ, എൻ്റെ കയ്യിലെ ഈ മസിൽ ആയിക്കോട്ടെ, എൻ്റെ മുഖത്ത് നമുക്ക് ചിരിക്കാനൊക്കെ വരുന്നത് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മസിൽസ് ഇൻ യുവർ ഫേസ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ ഏതൊരു മസിൽ ആയിക്കോട്ടെ, ആ മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആ മസിലിനകത്ത് ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കണം. സോ ഡീപോളറൈസേഷൻ ഓഫ് അട്രിയയാണ് പി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ ഡീപോളറൈസേഷൻ ഓഫ് atria lead to atrial systole or contraction. Now what the QRS represents? QRS എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? വെരി ഗുഡ്, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ലെ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അങ്ങനെ വെൻട്രിക്കിളിന്റെ ഡീപോളറൈസേഷൻ നടന്നാൽ that lead to ventricular systole. അതെന്തിലേക്ക് നയിക്കും? വെൻട്രിക്കിളിന്റെ സിസ്റ്റോളിലേക്ക് നയിക്കും അല്ലെ. അടുത്തത് നോക്കടാ, അടുത്തത് ടി വേവ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ കേട്ടോ, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. വെൻട്രിക്കിളിന്റെ റീപോളറൈസേഷനെയാണ് ഇയാൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏതൊരു മസിൽ, അത് വെൻട്രിക്കിളിലെ മസിൽ ആയിക്കോട്ടെ, അട്രിയൽ അല്ലെങ്കിൽ വാട്ട് എവർ വേറെവർ ഇറ്റ് ഈസ്, ശരീരത്തിന്റെ ഏത് ഭാഗത്തുള്ള മസിൽ ആയിക്കോട്ടെ, അയാൾക്ക് റീപോളറൈസേഷൻ നടന്നാൽ അയാൾക്ക് റിലാക്സേഷൻ നടക്കും. സോ ലുക്ക്, the T wave represent ventricular repolarization or repolarization of ventricle. അതിനെയാണ് കാണിക്കുന്നത്. So it lead to ventricular diastole. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ എന്നാണ് അർത്ഥം. അതെന്തിലേക്ക് നയിക്കും? വെൻട്രിക്കുലാർ ഡയസ്റ്റോളിലേക്ക് നയിക്കും. അടുത്ത ലിംഫിനെ പറ്റി എപ്പോഴും പ്രതിരോധ ശേഷി നൽകുന്നുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികൾ? ഓക്കെ, ഇനി അടുത്തത് ലിംഫ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിലൂടെ പല പോഷകങ്ങളുടെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഹോർമോൺസ്, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ ഒരു ഭാഗം നമുക്ക് ഫാറ്റിന് റെഗുലേറ്റ് ദ കൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. എങ്ങനെയാണ് നോഡൽ ടിഷ്യൂ ഹാർട്ടിന്റെ കൺട്രാക്ടൈൽ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന? 3 മാർക്കിന്റെ ചോദ്യം. അപ്പൊ നമ്മൾ എന്താ പറയാ? ലുക്ക്, ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ദ നോഡൽ ടിഷ്യൂ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാർഡിയാക് മസിൽ ടിഷ്യൂ. ഓക്കെ, അടുത്ത കാര്യം എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ദ നോഡൽ ടിഷ്യൂ ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. ആദ്യം ഫസ്റ്റ് എഴുതേണ്ടത് ദേ ആർ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാർഡിയാക് മസിൽ ടിഷ്യൂ ആൻഡ് ദേ ആർ ഓട്ടോ എക്സൈറ്റബിൾ. അതാണ് അടുത്ത പോയിന്റ്. എന്താ ഈ ഓട്ടോ എക്സൈറ്റബിൾ എന്ന് പറഞ്ഞാൽ? can generate action potential or signals without any external stimuli. പുറമെ നിന്നുള്ള ഒരു സ്റ്റിമുലേഷനും ഇല്ലാതെ തന്നെ, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ, ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക് ഹാർട്ട്. നൗ ഹൗ ദ SA നോഡ്, അടുത്ത പോയിന്റ് എഴുതുക, SA നോഡ് പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. അടുത്ത് എഴുതേണ്ടത് ദ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ്? SA നോഡ്, അത് കഴിഞ്ഞാൽ AV നോഡ്, അത് കഴിഞ്ഞാൽ AV ബണ്ടിൽ, അത് കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, അത് ഒന്നിച്ചെഴുതുക. അത് കഴിഞ്ഞാൽ പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഇങ്ങനെയാണ് ഈ സിഗ്നലിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അങ്ങനെ ഈ സിഗ്നലുകൾ കാരണമാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ സിഗ്നൽ കാരണം ഹാർട്ടിന്റെ പ്രവർത്തനം നടക്കുന്നത് ആദ്യം നോക്ക്, SA നോഡ് സിഗ്നൽ ഉണ്ടാക്കും. ആ സിഗ്നൽ ഇങ്ങനെ നോക്ക്. ആക്ച്വലി ശ്രദ്ധിക്കും മക്കളെ. സോ ഇഫ് ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് യുവർ ഹാർട്ട്, നമ്മുടെ ഹാർട്ടിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നോക്കടാ, ശ്രദ്ധിക്കുക. സോ ഹിയർ വി ഹാവ് SA നോഡ് ആൻഡ് ഹിയർ വി ഹാവ് AV നോഡ് അല്ലെ. SA നോഡ് ഉണ്ടാക്കുന്ന സിഗ്നൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് AV നോഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് ശ്രദ്ധിക്ക്, അത് ആക്ച്വലി എത്തുന്നത് നമ്മുടെ അട്രിയത്തിന്റെ വാളുകളിലൂടെ സഞ്ചരിച്ചിട്ടാണ്. അട്രിയത്തിന്റെ വാളിലൂടെ, ഈ ഭിത്തിയിലൂടെ സഞ്ചരിച്ചാണ് ഈ സിഗ്നൽ AV നോഡിലേക്ക് എത്തുന്നത്. അപ്പൊ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് സിഗ്നൽ എത്തുന്ന സമയം കൊണ്ട് തന്നെ അട്രിയത്തിന് ഡീപോളറൈസേഷൻ നടക്കുകയും അട്രിയൽ സിസ്റ്റോൾ നടക്കുകയും ചെയ്യും. എന്ത് നടക്കുകയും ചെയ്യും? അട്രിയൽ സിസ്റ്റോൾ നടക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ AV നോഡിൽ നിന്ന് പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, AB ബ്ലഡ് ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താ? ബിക്കോസ് ഇറ്റ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ അതർ ഗ്രൂപ്പ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ലിസ്റ്റ് ഔട്ട് എനി 2 ഡിസോർഡേഴ്സ് ഫ്രം ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട 3 എണ്ണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്പർ 1 ഹൈപ്പർ ടെൻഷൻ മസ്റ്റായിട്ട് പഠിക്കണം. BP, വാട്ട് ഈസ് നോർമൽ BP? നോർമൽ BP എത്രയാ കുട്ടികളെ? ഹൗ മച്ച് ഈസ് യുവർ നോർമൽ BP? Yes, 120/80 അല്ലെ, 120/80 ആണ് നോർമൽ BP. ഇഫ് BP ഈസ് മോർ ദാൻ 140/90 then it is called hypertension. ഹൈപ്പർ ടെൻഷൻ നിങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കും? മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ബ്രെയിന്, കിഡ്നി, ഹാർട്ട്. ഏതൊക്കെയാണ്? ബ്രെയിന്, കിഡ്നി, ഹാർട്ട്. ഇവർ 3 പേരെയാണ് പ്രധാനമായിട്ടും ഹൈപ്പർ ടെൻഷൻ ബാധിക്കുന്നത്. ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഇപ്പോൾ ഒരാളുടെ BP 170/100 ആണെന്ന് തന്നു. അപ്പോൾ 140/90യേക്കാൾ കൂടുതലാണ്, 140/90യേക്കാൾ കൂടുതലാണ്. അപ്പൊ ഈ അവസ്ഥ എന്താന്ന് ചോദിക്കും? ഇറ്റ് ഈസ് ഹൈപ്പർ ടെൻഷൻ. ഇയാളുടെ ഏതൊക്കെ അവയവങ്ങളാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്? ഏതൊക്കെ അവയവ? ബ്രെയിന്, കിഡ്നി, ഹാർട്ട്. അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
Then പിന്നെ നമ്മളോട് ആൻജൈന ചോദിക്കും. അതുപോലെ തന്നെ they are going to ask you what is atherosclerosis. ആൻജൈന, atherosclerosis ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 ഡിസോർഡേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയും പഠിക്കണം കേട്ടോ. ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബാക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ദേ ആർ ഗ്രാനുലോസൈറ്റ്സും അതേപോലെ അഗ്രാനുലോസൈറ്റും ആണ് അല്ലേ. ഗ്രാനുലോസൈറ്റിൽ ആരൊക്കെ വരിക? ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ. അഗ്രാനുലോസൈറ്റിലോ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഈ രണ്ടുപേരും അഗ്രാനുലോസൈറ്റ്, ന്യൂട്രോഫിലും ഇയോസിനോഫിലും ഗ്രാനുലോസൈറ്റ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത നോക്ക്, അവരുടെ പെർസെൻറ്റേജും അവരുടെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. 3 മാർക്ക്. നോക്കൂ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള WBC ആരാ? അതിൽ ഞാൻ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രോഫിലാണ്. അപ്പോൾ 60 to 65% എന്തായാലും വരാം ന്യൂട്രോഫിൽ. രണ്ടാം സ്ഥാനം ലിംഫോസൈറ്റിനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കൂട്ടത്തിൽ കാണുന്ന ഈ രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും? ലിംഫോസൈറ്റ്. ഇനിയിപ്പോൾ മൂന്നാം സ്ഥാനം മോണോസൈറ്റ് ആണ്, പക്ഷെ ഇതിൽ മോണോസൈറ്റ് ഇല്ല. പിന്നെ 4ാം സ്ഥാനത്തുള്ള ആൾ ഇവിടെ ഉണ്ടാരാ? ലിംഫോസൈറ്റോസിസ് നടത്തുക. ലിംഫോസൈറ്റുകളാണ് നമ്മൾ എന്തിന് സഹായിക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. അത് വിട്ടേക്ക്. ഒബ്സർവ് ദ ഡയഗ്രം ആൻഡ് ലേബൽ ABCD. കണ്ടോ, ഇത് നമ്മളോട് ഇങ്ങനെ ലേബൽ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഇതിനകത്ത് എ എന്ന് കാണിച്ച ഭാഗം ഏതാ കുട്ടികളെ? ഇറ്റ് ഈസ് ആക്ച്വലി അയോർഡേറ്റ് ടെൻഡിനെ എന്ന് പറയുന്ന സംഭവങ്ങളാണ്. വാട്ട് ഈസ് ദിസ് കോർഡേറ്റ് ടെൻഡിനെ? ശ്രദ്ധിക്കുക, നമ്മുടെ ബൈക്കസ്പിഡ് വാൾവ് അതേപോലെ ട്രൈക്കസ്പിഡ് വാൾവ് അല്ലേ. ഈ വാൾവിന് നമ്മുടെ വെൻട്രിക്കിളിന്റെ മസിൽസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന നാരുകളാണ് ബേസിക്കലി ഈ കോർഡേറ്റ് ടെൻഡിനെ എന്ന് പറയുന്ന ആളുകൾ കേട്ടോ. കോർഡേറ്റ് ടെൻഡിനെ എന്ന് പറയുന്ന ആളുകൾ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഹ്യൂമൻ ഡബിൾ സർക്കുലേഷൻ വരച്ച് അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും. അതിലുള്ള നമ്മുടെ ഡബിൾ സർക്കുലേഷന്റെ പ്രത്യേകത, വി ഹാവ് പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. അത് രണ്ടിൻ്റെയും സിഗ്നിഫിക്കൻസ് ചോദിക്കും. സോ നമുക്കൊന്ന് ജസ്റ്റ് ഹ്യൂമൻ ഡബിൾ സർക്കുലേഷൻ ഒന്ന് വരച്ച് കാണിച്ചാലോ, സിമ്പിൾ ആയിട്ട്. ഓക്കെ, one second. ഓക്കെ, സോ ഹ്യൂമൻ ഡബിൾ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ശ്രദ്ധിക്കുക മക്കളെ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് അട്രിയത്തിലേക്ക് വരും. റൈറ്റ് അട്രിയത്തിൽ നിന്ന് ആ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി. ശ്രദ്ധിക്കട, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴൽ വഴി ആ ബ്ലഡ് ഈസ് പമ്പ്ഡ് ഇൻ ടു യുവർ ലങ്സ്. ആ ബ്ലഡ് എങ്ങോട്ടാണ് എത്തുക മക്കളെ? നമ്മുടെ ലങ്സിലോട്ട് എത്തും. ലങ്സിലോട്ട് എത്തും. Now what is the function of lungs? Lungs എന്താ ചെയ്യുക കുട്ടികളെ? ഉറക്കെ പറ. വെരി ഗുഡ്. ലങ് ഓക്സിജനെ നിറക്കും അല്ലെ. ബ്ലഡിലേക്ക് നിറയെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണിത്. അപ്പം അതിലേക്ക് നിറയെ ഓക്സിജനെ നിറക്കും. അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മൊത്തം എന്താക്കും? പുറന്തള്ളും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിനെ മൊത്തം പുറന്തള്ളും. ഓക്കെ, അതാണ് ലങ് ചെയ്യുക. അപ്പോൾ പിന്നെ ബ്ലഡ് എന്തായിട്ട് മാറിയടാ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി അല്ലേ. ആ ബോഡി പാർട്സ് എന്താ ചെയ്യുക? അവർ ഈ ബ്ലഡിൽ നിന്ന് പരമാവധി ഓക്സിജനെ വലിച്ചെടുക്കും അല്ലെ. പരമാവധി ഓക്സിജനെ വലിച്ചെടുക്കും. എന്നിട്ട് ബ്ലഡിലേക്ക് ആരെ നിറക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ നിറക്കും. അപ്പോൾ ബ്ലഡ് വീണ്ടും എന്തായിട്ട് മാറി? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി. ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകും? റൈറ്റ് അട്രിയത്തിലേക്ക് പോകും. ശരിയല്ലേ കുട്ടികളെ? ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. ഈ ഡബിൾ സർക്കുലേഷനിൽ ദേണ്ടേ ഇത്രയും ഭാഗം ലങ്ങിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പോയിട്ട് അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് അട്രിയത്തിലേക്ക് വരുന്ന ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് പൾമണറി സർക്കുലേഷൻ. ഇതിനെയാണ് കുട്ടികളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? പൾമണറി സർക്കുലേഷൻ. സോ ലുക്ക്, വാട്ട് ഈസ് ദ റോൾ ഓഫ് പൾമണറി സർക്കുലേഷൻ? പൾമണറി സർക്കുലേഷന്റെ റോൾ എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഓക്സിജനേഷന് ആ ഭാഗമാണ് സഹായിക്കുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റിമൂവൽ ഓഫ് CO2 ഫ്രം ബ്ലഡ്. ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാനും അയാൾ സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നോക്കുക അടുത്ത ഭാഗം. ഇവിടെ നിന്ന് ഓർഗൻസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പലതരം നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ ഓർഗൻസിലേക്കും ബോഡി പാർട്സിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു. അങ്ങനെ അവിടെ നിന്ന്
നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് അട്രിയത്തിലേക്ക് എത്തുന്നു. ഈ ഒരു സർക്കുലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇയാൾ എന്താണ് വിളിക്കുക? സിസ്റ്റമിക് സർക്കുലേഷൻ. സോ സിസ്റ്റമിക് സർക്കുലേഷൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കും. നോക്ക്, സിസ്റ്റമിക് സർക്കുലേഷൻ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ ടിഷ്യൂകൾക്ക്, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ഓക്സിജൻ കിട്ടുന്നത്, ന്യൂട്രിയൻസ് കിട്ടുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ബോഡി പാർട്സ് ആൻഡ് ഓൾസോ റിമൂവ് CO2 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബോഡി പാർട്സ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നു, റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ബോഡി പാർട്സ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ ഇത് ഈ രീതിയിൽ ചോദിക്കുക. പൾമണറി സർക്കുലേഷൻ്റെ മാത്രം സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ അത് എഴുതുക, സിസ്റ്റമിക് സർക്കുലേഷൻ്റെ മാത്രം ചോദിച്ചാൽ അത് എഴുതുക. ഹ്യൂമൻ ബീയിങ് ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ ഡ്യൂറിങ് ഹൈപ്പർ ടെൻഷൻ. നോർമൽ BP എത്രയാണ്, ഹൈപ്പർ ടെൻഷനിൽ എത്രയാണ്? നോർമൽ BP 120/80, ഇൻ ഹൈപ്പർ ടെൻഷൻ ഇറ്റ് ഈസ് 140/90 ഓർ മോർ ദാൻ ദാറ്റ്, അല്ലേ? 140/90യുടെ മുകളിൽ വരണം. ഓക്കെ, അതാണ് ഞാൻ മോർ ദാൻ ഇട്ടിട്ടുള്ളത്. നോക്ക്, യു ക്യാൻ ക്ലിയർലി സി മോർ ദാൻ 140/90. ഓക്കെ, ഇതിനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലുക്ക് അറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the above cell least possibly found when you observe a drop of blood? നിങ്ങൾ ബ്ലഡിനെ നോക്കിയാൽ ഇതിൽ ഏത് ബ്ലഡ് സെല്ലിനെ കാണാനുള്ള സാധ്യതയാണ് കുറവ്? അതായത് ഏറ്റവും കുറവുള്ള ആരാ? ദാറ്റ് ഈസ് നോബഡി അതർ ദാൻ യുവർ ബേസോഫിൽ. ബേസോഫിലാണ് ഏറ്റവും കുറവുള്ള ആള്. അടുത്തത്, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എനി ടു ടൈപ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാറ്റഗറൈസ് WBC ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ ഗ്രാനുൾസ്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. മോണോസൈറ്റും ലിംഫോസൈറ്റും അഗ്രാനുലോസൈറ്റ്, ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ഗ്രാനുലോസൈറ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ the blood pressure of a person is 170/130. What would be his disease and the hypertension? How it affect his body? It affect his organs like brain and kidney and heart. ഈ അവയവങ്ങളൊക്കെയാണ് ഇത് ബാധിക്കുക, അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, now if a person having blood group A is given transfusion of B group, A ഉള്ള ഒരാൾക്ക് B കൊടുത്താൽ മിസ്മാച്ചിങ് എന്താ ഉണ്ടാവുക? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ദാറ്റ് ലീഡ് ടു ക്ലംപിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. വൺസ് അഗെയിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത സകല അവന്മാരും പോയി ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലുക്ക്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ജസ്റ്റ് സിംപ്ലി ലിവിങ് വേൾഡിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ടാക്സോണമിക്കൽ ഹെയറാർക്കി കൃത്യമായ ഓർഡറിൽ എഴുതാൻ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ വി ഹാവ് എന്താ ഓർഡർ? കിങ്ഡം, പിന്നെ അത് കഴിഞ്ഞാൽ ഫൈലം, അത് കഴിഞ്ഞാൽ ക്ലാസ്, അത് കഴിഞ്ഞാൽ ഫാമിലി, അല്ലേ? കിങ്ഡം, ഫൈലം, ക്ലാസ്, സോറി, അത് കഴിഞ്ഞാൽ ഓർഡർ, അല്ലേ? ഓർഡർ, അത് കഴിഞ്ഞാൽ ഫാമിലി, അത് കഴിഞ്ഞാൽ ജീനസ്, അത് കഴിഞ്ഞാൽ സ്പീഷീസ്, അല്ലേ? ഈ ഓർഡറിൽ ഹെയറാർക്കി എന്ന് പറഞ്ഞാൽ ടാക്സോണമിക്കൽ കാറ്റഗറികളെ എക്സാക്ട് ഓർഡറിൽ എഴുതാൻ വേണ്ടി പറയും. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ ജീവികൾക്ക് പേരിടാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡിന്റെ പേരെന്താ? ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡ്, അല്ലേ? ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡാണ് ശാസ്ത്രജ്ഞന്മാർ മൊത്തത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ as of now ഇതായിരുന്നു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ജീവികൾക്ക് പേരിടാൻ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ മാത്രം റൂളുകൾ വെച്ച് സാധ്യമാവാത്തത് കൊണ്ട്, കാരണം ഒരുപാട് ജീവികളെ കണ്ടെത്തി, അപ്പോൾ കുറച്ചുകൂടെ പുതിയ നിയമങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സിന് പേരിടാൻ വേണ്ടിയിട്ട് ICBN ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്താണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ? ആൻഡ് ദെൻ ICZN ഫോർ ആനിമൽസ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് സോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഏതാണ് പ്ലാന്റിന് ഏതാണ് ആനിമലിന് ചോദിക്കും. ICBN പ്ലാന്റ്, ICZN ആനിമൽ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും ഫുൾ ഫോം ചോദിക്കും. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആൻഡ് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇനി വേറൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ, ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡ് നമുക്ക് ആരാണ് പറഞ്ഞു തന്നത് എന്ന് ചോദിക്കും. ആരാ പറഞ്ഞു തന്നത്? ടാക്സോണമിയുടെ അപ്പനായിട്ടുള്ള, ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ടുള്ള കാൾ ലിനേയസ് ആണല്ലേ നമുക്ക് പറഞ്ഞത്. കാൾ ലിനേയസ് ആണ് നമുക്ക് പറഞ്ഞത്. പിന്നെ നമ്മളോട് ചോദിക്കുക, ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡിലെ റൂളുകൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ റൂള് തെറ്റിച്ച് തരും. ഓക്കെ, എന്നിട്ട് നമ്മളോട് കറക്റ്റ് ആക്കി എഴുതാൻ പറയും. ഒന്നാമത്തെ റൂൾ എന്താ? ബയോളജിക്കൽ നെയിംസ് ആർ ഇൻ ലാറ്റിൻ ഓർ ദേ ആർ ലാറ്റിനൈസ്ഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. ഒന്നുകിൽ ലാറ്റിൻ ഭാഷയിലായിരിക്കണം പേരിടേണ്ടത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലാറ്റിനൈസ്ഡ്, ആ പേരുകൾ നമ്മൾ ലാറ്റിനൈസ് ചെയ്യണം, ഇർറെസ്പെക്റ്റീവ് ഓഫ് ഒറിജിൻ. രണ്ടാമത്തെ കാര്യം എന്താ? ദ ഫസ്റ്റ് വേർഡ് റെപ്രസെന്റ് ജീനസ് ആൻഡ് സെക്കൻഡ് വേർഡ് റെപ്രസെന്റ് സ്പീഷീസ്, അല്ലെ? മൂന്നാമത്തെ പോയിന്റ് എന്താ കുട്ടികളെ? ജീനസിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങണം ആൻഡ് സ്പീഷീസിനെ എന്തുകൊണ്ട് തുടങ്ങണം? സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങണം. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി പോയിന്റ് അങ്ങനെ പരീക്ഷയ്ക്ക് ഭയങ്കരമായിട്ട് ചോദിക്കാറില്ല, പക്ഷെ പറ്റുമെങ്കിൽ പഠിച്ചോ. നെയിം ഓഫ് ഓതർ,
നെയിം ഓഫ് ഓദർ. ഓദറിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? അബ്രിവിയേറ്റഡ് ഫോമിലാണ് എഴുതേണ്ടത് അല്ലേ? അബ്രിവിയേറ്റഡ് ഫോമിലാണ് എഴുതേണ്ടത്. എന്തിനു ശേഷം? ആഫ്റ്റർ ദ സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ്. നമുക്ക് സ്പീഷീസ് നെയിം എന്നതിന് പകരം പലപ്പോഴും സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് കാണാം. ഓക്കെ, സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷം അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതണം അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരും, ഇവർ ഒരു പേര് തെറ്റിച്ച് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്ക്, മാൻജിഫെറ ഇൻഡിക്ക. ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ നെയിം ഓഫ് മാംഗോ. മാൻജിഫെറ ഈസ് ജീനസ് ആൻഡ് ഇൻഡിക്ക ഈസ് സ്പീഷീസ്. പക്ഷെ ഇവിടെ നോക്കി എം സ്മോൾ ലെറ്റർ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിലെ മിസ്റ്റേക്ക് തിരുത്തി എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ എന്താക്കണം? എമ്മിനെ ക്യാപിറ്റൽ ആക്കണം അല്ലേ? പിന്നെ ഇത് നമുക്ക് പറഞ്ഞു തന്നാരാ? ലിനേസ് ആയതുകൊണ്ട്, ലിനേസ് ആണ് ഈ ചെടിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ലിനേസിന്റെ പേര് അബ്രിവിയേറ്റഡ് ഫോമിൽ നമ്മൾ അതിനുശേഷം എഴുതുന്നു. ലിനേസ് ഈസ് ദ ഓദർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. റൂൾസ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ പറയും, അല്ലെങ്കിൽ റൂൾസ് തെറ്റിച്ച് തന്നിട്ട് ആ റൂൾസ് കറക്റ്റ് ആക്കി എഴുതാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ബയോളജിക്കൽ നെയിം തെറ്റിച്ച് തന്നിട്ട് അത് കറക്റ്റ് ആക്കി എഴുതാൻ പറയും. ഓക്കെ, നൗ അപ്പോൾ രണ്ട് പോസിബിൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, പിന്നെ അതുപോലെ ICBN ICZന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഏതാണ് പ്ലാന്റിന് ഏതാണ് ആനിമലിന് നമ്മളോട് ചോദിക്കും. ബൈനോമിയൽ നോമൻക്ലേച്ചർ മെത്തേഡിന്റെ കോൺസെപ്റ്റ് ആരാ നമുക്ക് പറഞ്ഞത്? കാൾ ലിനേസ് ആണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ? ഓക്കെ, പിന്നെ ടാക്സോണമിക്കൽ ഹെയറാർക്കി കൃത്യമായ ഓർഡറിൽ എഴുതാൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി നമ്മളോട് ചോദിക്കുക, നമ്മുടെ NCERT ഒരു ബോക്സ് ഉണ്ട് അല്ലേ? അതിൽ മനുഷ്യൻ്റെ അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ ഈച്ചയുടെ, മനുഷ്യൻ്റെ ഈച്ചയുടെ, യു കാൺ സീ അല്ലേ? ഓക്കെ, ഐ എം റിയലി സോറി ഫോർ വാട്ട് ഹാപ്പൻ ഹിയർ. വൺ സെക്കൻഡ്. ഓക്കെ, അതിനകത്ത് മനുഷ്യൻ്റെ അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈയിലെ ഈച്ചയുടെ, ഹൗസ് ഫ്ലൈയുടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വീറ്റിൻ്റെ തന്നിട്ടുണ്ട്, അതുപോലെ മാംഗോ. ഇത്രയും നമ്മൾ ഉൾപ്പെടുന്നത് ഹൊമിനിഡേ ഫാമിലിയിലാണ്. ശരി, സോറി, യെസ്, ഹൊമിനിഡേ ഫാമിലിയിലാണ്. നമ്മുടെ ഓർഡർ ഏതാ കുട്ടികളെ? വി ബിലോങ് ടു ഓർഡർ പ്രൈമേറ്റ. നമ്മൾ ഓർഡർ ഏത് ഓർഡറിലാണ് പെടുന്നത്? പ്രൈമേറ്റ ഓർഡറിലാണ്. നമ്മുടെ ക്ലാസ് ഏതാ കുട്ടികളെ? വി ബിലോങ് ടു ക്ലാസ് മമേലിയ. നമ്മുടെ ഫൈലം ഏതാടാ? ഫൈലം കോർഡേറ്റ അല്ലേ? നമ്മുടെ ഫൈലമാണ് ഫൈലം കോർഡേറ്റ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഹൗസ് ഫ്ലൈയുടെ ബയോളജിക്കൽ നെയിം എന്താ കുട്ടികളെ? മസ്ക ഡൊമസ്റ്റിക്ക അല്ലേ? വെരി ഗുഡ്, മസ്ക ഡൊമസ്റ്റിക്ക അല്ലേ? ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ മസ്ക ഡൊമസ്റ്റിക്ക. അതിൻ്റെ ഫാമിലിയുടെ പേരെന്താ കുട്ടികളെ? മസ്സിഡേ. എന്താണ്? മസ്സിഡേ. അതിൻ്റെ ഓർഡർ ഏതാ കുട്ടികളെ? ഡിപ്റ്റെറ. അതിൻ്റെ ഓർഡർ ഏതാ? ഡിപ്റ്റെറ. അതിൻ്റെ ക്ലാസ് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇൻസെക്റ്റ. എന്താണ്? ഇൻസെക്റ്റ. അതിൻ്റെ ഫൈലം ഏതാ കുട്ടികളെ? ആർത്രോപോഡ. എന്താണ്? ആർത്രോപോഡ. ഓക്കെ, നമുക്ക് നമ്മൾ ടാക്സോണമിക്കൽ ഹെയറാർക്കി എഴുതുന്ന കാര്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പ്ലാന്റിൻ്റെ കേസിൽ ഫൈലത്തിന് പകരം നമ്മൾ ഡിവിഷൻ എന്നാണ് കേട്ടോ പറയാ. ഇൻ കേസ് ഓഫ് ഏതാ? പൊയേസിയേ. എന്താണ് ഫാമിലി? പൊയേസിയേ. ഇയാളുടെ ഓർഡർ ഏതാ കുട്ടികളെ? പോയെയിൽസ്. ഏതാണ് ഓർഡർ? പോയെയിൽസ്. ഓക്കെ, നൗ ഇയാൾ ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ ഇയാൾ മോണോകോട്ടിലിഡണേ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഏതാണ്? മോണോകോട്ടിലിഡണേ എന്ന് പറയുന്ന ക്ലാസ് ആണ്. നൗ ഐ എം സോറി, യെസ്, നൗ ഇയാൾ ഏത് ഡിവിഷൻ ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് ഫൈലമാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് ആൻജിയോസ്പേമേ. ഇയാൾ ഏത് ഫൈലം വെച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത്? ഇറ്റ് ബിലോങ് ടു ആൻജിയോസ്പേമേ. ഇറ്റ് ബിലോങ് ടു ഫൈലം ആൻജിയോസ്പേമേ ഫൈലത്തിലാണ് ഇയാൾ ഉൾപ്പെടുന്നത് അല്ലേ? ഇനി മാംഗോ എന്താണ് കുട്ടികളെ? മാൻജിഫെറ. ബോക്സ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. മാൻജിഫെറ ഇൻഡിക്ക. ഓക്കെ, സോ മാംഗോയുടെ ഫാമിലി ഏതാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് അനാകാർഡിയേസിയേ. എന്താണ്? അനാകാർഡിയേസിയേ എന്നതാണ് അയാളുടെ ഫാമിലി. അയാളുടെ ഓർഡർ ഏതാടാ? സാപ്പിൻഡെയിൽസ്. എന്താണ്? സാപ്പിൻഡെയിൽസ് എന്നുള്ളതാണ് അയാളുടെ ഓർഡർ. ഇനി അയാളുടെ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ അയാൾ ഡൈക്കോട്ട് പ്ലാന്റ് ആണ്, ഡൈക്കോട്ടിലിഡണേ പ്ലാന്റ് ആണ്. ഇനി ഇറ്റ് ഓൾസോ ബിലോങ് ടു ഡിവിഷൻ ഓർ ഫൈലം ആൻജിയോസ്പേമിയേ അല്ലേ? ആൻജിയോസ്പേമേ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഇയാളും ഉൾപ്പെടുന്നത്. നോക്ക്, നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ 5 ഫൈലാണ് ഉള്ളത് അല്ലേ? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഗോഫൈറ്റ്സ്, ജിംനോസ്പേമേ, ആൻജിയോസ്പേമേ. ഇതിൽ ഇയാൾ ഉൾപ്പെടുന്നത് ആൻജിയോസ്പേമയിലാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻജിയോസ്പേമിൽ 2 തരത്തിലുള്ള പ്ലാന്റ് ആണുള്ളത്, മോണോകോട്ട് പ്ലാന്റും അതുപോലെ ഡൈക്കോട്ട് പ്ലാന്റും. അതിൽ ഡൈക്കോട്ട് പ്ലാന്റ്, മോണോകോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും, ഇപ്പോൾ അരി, വീറ്റ്, ഓൾ ദീസ് ബിലോങ് ടു മോണോകോട്ടിലിഡണേ പ്ലാന്റ് ഓർ മോണോകോട്ട് പ്ലാന്റ്സ്. ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ ചക്ക, മാങ്ങ, തേങ്ങ, അല്ല തേങ്ങയല്ല, സോറി തേങ്ങയിലല്ല, ചക്ക, മാങ്ങ, പിന്നെ അതേപോലെ തന്നെ റംബൂട്ടാൻ, അങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്ന ബാക്കി ആ ടൈപ്പ് ഓഫ് ചെടികളെല്ലാം ഓൾ ഓഫ് ദം ബിലോങ് ടു ഡൈക്കോട്ട് പ്ലാന്റ്സ് ഓർ ഡൈക്കോട്ടിലിഡണേ പ്ലാന്റ്സ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും പ്ലാന്റ് കിങ്ഡം ചാപ്റ്ററിനകത്ത് ഓൾറെഡി പഠിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ആകെ പഠിക്കുന്നത് ആ ഒരു എന്താ
എന്താ പറയാ ഓർഡറിന്റെ പേരാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളൂ. ശരിയല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആകെ ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ബയോളജിക്കൽ നെയിം ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ മനുഷ്യന്റെ, ഹൗസ് ഫ്ലൈന്റെ, വീറ്റിന്റെ, മാംഗോന്റെ, ഇതിന്റെ അപ്പുറം ഇപ്പോൾ ബയോളജിക്കൽ നെയിം ആരുടെയും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ചോദിക്കാൻ സാധ്യത പാന്തീറ ലിയോ. പാന്തീറ ലിയോ എന്ന് പറഞ്ഞാൽ ലയൺ ആണ്. നൗ പാന്തീറ പാർഡസ് എന്ന് പറഞ്ഞാൽ ലെപ്പേർഡ് ആണ്, അത് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ പാന്തീറ ടൈഗ്രിസ് എന്ന് പറഞ്ഞാൽ ടൈഗർ ആണ്. സോ ദാറ്റ് മീൻസ് ലിയോ ഈസ് ദ സ്പീഷീസ് നെയിം ഓഫ് ലയൺ, പാർഡസ് ഈസ് ദ സ്പീഷീസ് നെയിം ഓഫ് ലെപ്പേർഡ്, ടൈഗ്രിസ് ഈസ് ദ സ്പീഷീസ് നെയിം ഓഫ് ടൈഗർ. ഓക്കെ, ഇത്രയും ചോദിക്കാം. പിന്നെ മേ ബി ഒന്നും കൂടെ പറ്റുമെങ്കിൽ പഠിച്ചോ, സൊളാനം മെലോഞ്ചിന. സൊളാനം മെലോഞ്ചിന കേട്ടോ, സൊളാനം മെലോഞ്ചിന, ദാറ്റ് ഈസ് ബ്രിഞ്ചോൾ. എന്താണ്? ബ്രിഞ്ചോൾ കേട്ടോ, നമ്മുടെ എഗ് പ്ലാന്റ് അല്ലെങ്കിൽ വഴുതന. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ, ഈ പറയുന്ന നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളും ആൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഏകദേശം ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് അറിയാമെങ്കിൽ, ഇപ്പം ആനിമൽ കിങ്ഡത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതല്ലാതെ ചോദിച്ചേക്കാം. പക്ഷെ ബാക്കി ചാപ്റ്ററുകളിൽ ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തതല്ലാത്ത മറ്റ് കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത തുലം കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ലൈക്ക് വി ആർ നോട്ട് പ്രിപ്പയറിംഗ് ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു കേരള സർക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനുള്ള പണി നമ്മളെ ഏൽപ്പിക്കട്ടെ എജുപോർട്ടുകാരെ. എന്നാൽ നമ്മൾ ആരും അറിയാതെ ലൈവ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിച്ചു തരുന്നതാണ്. ഓക്കെ, ലൈവ് വെക്കുമ്പോൾ എല്ലാവരും അറിയൂലേ എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ബഡീസ്. ഇറ്റ്സ് ടു ലേറ്റ്. സോ രാത്രി യാത്രയില്ല എന്നാണ്, എന്നാലും ഞാൻ പോവാണ്. ബൈ, ഹാവ് എ നൈസ് ടൈം, ഗുഡ് നൈറ്റ്. എക്സാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് എഴുതിക്കോ. ഓക്കെ.